السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിന്റെ കിതാബു സലയിലുള്ള ബാബുൽ അദാൻ എന്ന് പറയുന്ന അധ്യായത്തിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവേശിച്ചത്. ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിധിവിലക്കുകൾ അടങ്ങുന്ന ചില ഹദീസുകളാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെ ഒരു ഹദീസ് മനസ്സിലാക്കുകയുണ്ടായി. ഇനി ഇൻഷാ അല്ലാഹ് അദ്ദേഹം കൊടുത്തിട്ടുള്ള ബാക്കി 2 ഹദീസുകൾ ഈ അധ്യായത്തിലുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹദീസ് വായിക്കാം. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈലിൻ ഫഖുലൂ വശ്റബൂ ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈൽ, തീർച്ചയായും ബിലാൽ രാത്രിയിലാണ് ബാങ്ക് വിളിക്കുക. ഫകുലു വശ്റബു, അപ്പോൾ നിങ്ങൾ ബിലാലിന്റെ ബാങ്ക് കേട്ടാലും ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ. ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം ബാങ്ക് വിളിക്കുന്നത് വരെ നിങ്ങൾ ഭക്ഷണവും വെള്ളവും ഒക്കെ തുടർന്നുകൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാങ്ക് വിളിക്കാർ എന്നറിയപ്പെടുന്ന 3 ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. അതുപോലെ തന്നെയുള്ളതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനായ സഹാബി. വളരെ ഫദ്ലുള്ള ശ്രേഷ്ഠതയുള്ള സഹാബത്താണ്. അതുപോലെ മക്കയിൽ ഉണ്ടായിരുന്ന അബൂ മഹ്ലൂറ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു അജ്മഈൻ എന്ന് പറയുന്ന സഹാബിയാണ്. അപ്പോൾ ഇതിൽ 2 ബാങ്ക് വിളിക്കാർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിൽ തന്നെ ഉള്ള ആളുകളാണ്. ഇവർ 2 പേരും ഒരുമിച്ച് ബാങ്ക് കൊടുക്കാറുണ്ട് ഒരു വക്തിന്. ആ വക്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, അഥവാ ഫജ്റിനാണത്. ആ വിഷയമാണ് ഇവിടെ പറയുന്നത്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് അത് റമളാനിലാണ് ഈ രൂപത്തിൽ അദ്ദേഹം പറയുന്നത്. റമളാനിൽ എന്താണ്, എല്ലാ ആളുകൾക്കും നോമ്പനുഷ്ഠിക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സുന്നത്തായിട്ടുള്ളതാണ് അത്തായം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തായം വിരാമം എപ്പോഴാണ് ഉണ്ടാകേണ്ടത്, അത്തായം എത്ര വരെ കഴിക്കാം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയാണ് ഈ ഹദീസിലൂടെ പറഞ്ഞു തരുന്നത്. ബിലാലിന്റെ ബാങ്ക് നിങ്ങൾ കേൾക്കും, ആളുകൾക്ക് ബിലാലിന്റെ ശബ്ദം അറിയാം. ആ ബിലാലിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ നിങ്ങൾ അത്താഴം കഴിക്കുന്നത് നിർത്തണ്ട, അല്ലെങ്കിൽ ഇനി കഴിക്കാതെ നിങ്ങൾ നോമ്പ് തുടങ്ങി സമയമായി എന്ന് വിചാരിക്കേണ്ടതില്ല. മറിച്ച് സുബഹിയുടെ വക്തായി കഴിഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് കൊടുക്കാനുണ്ട്. അതുവരെ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളൂ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വേറൊരു ഹദീസിൽ ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന കിതാബുൽ അദാനിലുള്ള മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ബിലാലിന്റെ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ബിലാലിന്റെ ബാങ്ക് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈൽ, ബിലാൽ രാത്രിയിൽ തന്നെ ബാങ്ക് കൊടുക്കും. അഥവാ രാവ് എന്ന് പറയുന്നത് ഫജ്റോട് കൂടിയാണ് അവസാനിക്കുന്നത്. അഥവാ തുലൂഉൽ ഫജ്ർ, നമ്മൾ തുലൂഉൽ ഫജ്ർ ആണ് നമ്മളിപ്പോ ഫജ്ർ എന്ന് പറഞ്ഞ് ക്ലോക്കിൽ സമയം കാണുന്നത്. അതിനു മുമ്പ് വരെയുള്ള സമയം യഥാർത്ഥത്തിൽ രാവാണ്, യഥാർത്ഥത്തിലുള്ള ലൈലാണ്. അതിനുശേഷമാണ് പകൽ ആരംഭിക്കുന്നത്. തുലൂഉൽ ഫജ്റോട് കൂടിയാണ് ആരംഭിക്കുന്നത്. അപ്പൊ ആ രാത്രിയിൽ ബിലാൽ ബാങ്ക് കൊടുക്കും. എന്തിനു വേണ്ടി? ലിയുർജിഅ ഖായിമക്കും വയൂഖിള നായിമക്കും, നിങ്ങളിൽ രാത്രി നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും, അവർക്ക് മടങ്ങുന്നതിന് വേണ്ടിയും, അതുപോലെ നിങ്ങളിൽ രാത്രി നിസ്കരിക്കാതെ ഉറങ്ങുന്ന ആളുകളും ഉണ്ടാകും. രാത്രി തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വിത്റാക്കി നിസ്കരിച്ച ആളുകളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ അവരങ്ങനെ തന്നെ ഉറങ്ങുന്ന ആളുകളുണ്ടാകും, അവർക്ക് എഴുന്നേൽക്കുന്നതിന് വേണ്ടിയും. അത് നോമ്പാകുന്ന സമയത്ത് അത്താഴം കഴിക്കണം. അപ്പൊ കുറെ ആളുകൾ രാത്രി നേരത്തെ നിസ്കരിച്ച് ഉറങ്ങുന്ന ആളുകൾ ഉണ്ടാകും. ഇപ്പൊ നമ്മളൊക്കെ തറാവീഹ് നിസ്കരിച്ച് ഉറങ്ങാറുണ്ട്. അപ്പൊ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് രാവിലെ സുഹൂറിന്റെ സമയമായി, അത്താഴത്തിന്റെ സമയമായി എന്നറിയിക്കുന്നതിന് വേണ്ടി അവരെ ഉറങ്ങുന്ന ആളുകൾ എഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ സുബഹിയോളം ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരങ്ങനെ തന്നെ ഫജ്ർ വരെ നിസ്കരിച്ചാൽ അവർക്ക് അത്താഴം കഴിക്കുക എന്ന് പറയുന്ന ശ്രേഷ്ഠമായ അവരുടെ നോമ്പിന് തന്നെ ഉപകാരമുണ്ടാകുന്ന മഹത്തായ ഒരു ഇബാദത്ത് നഷ്ടപ്പെടും. അപ്പൊ അവർക്ക്
നിസ്കാരം വേഗം വിത്രാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബാങ്ക് കേൾക്കുമ്പോൾ മനസ്സിലായി ഇനിയിപ്പോ ഇത്ര നേരം കഴിയുമ്പോൾ യഥാർത്ഥ സുബഹിന്റെ സമയമാവും, അപ്പോ ഞാൻ എന്റെ വിത്ർ പെട്ടെന്നാക്കണം, ഇനി ദീർഘമായി ഓതേണ്ടതില്ല, പെട്ടെന്ന് അറക്കായത്ത് അവസാനിപ്പിച്ച് വിത്രാക്കിയിട്ട് എനിക്ക് അത്താഴത്തിലേക്ക് പോകാം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ കൃത്യമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം അദ്ദേഹം എപ്പോഴാണ് ബാങ്ക് കൊടുക്കുക? അദ്ദേഹം അന്ധനായ സഹാബിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വക്തായോ ഇല്ലേ എന്ന് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വക്താകുക എന്നുള്ളത് അന്നത്തെ കാലത്ത് തീർച്ചയായും കാണാതെ മറ്റ് അലാറങ്ങളൊന്നും അടിക്കുകയില്ല, നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ തുലൂഉൽ ഫജ്ർ കാണുക എന്നുള്ളത് സാധ്യമല്ല. മറിച്ച് അദ്ദേഹം എങ്ങനെയാണ് ബാങ്ക് കൊടുക്കുക എന്നുള്ളത് ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മക്തൂം അദ്ദേഹം അന്ധനായ ഒരു സഹാബിയാണ്. ലാ യുഅദ്ദിനു ഹത്താ യുഖാൽ അസ്ബഹ്ത അസ്ബഹ്ത. ആളുകൾ ഇതാ ഫജർ ആയിട്ടുണ്ട്, പ്രഭാതത്തിലായിട്ടുണ്ട്, നമ്മൾ സുബഹിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചാലല്ലാതെ അദ്ദേഹം ബാങ്ക് കൊടുക്കാറില്ലായിരുന്നു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാങ്ക് ദുഖൂലുൽ വക്തിലാണ്, സമയമായാലാണ് അദ്ദേഹത്തിന്റെ വാക്ക് ഉണ്ടാകുക എന്നാണ്. നോക്കാം, ബിലാൽ രാത്രി ബാങ്ക് കൊടുക്കുന്നു. ഫകുലു വഷ്റബു, അപ്പോൾ നിങ്ങൾ കുടിക്കുകയും അതുപോലെ തന്നെ കഴിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുക. ഇതൊരു കൽപ്പനക്രിയയുടെ ഭാഗത്തിലാണ് വന്നത്. പക്ഷെ ഇത് അമ്രിനുള്ളതല്ല. അതോ നിർബന്ധമായും അത്താഴം കഴിക്കണം എന്ന് ഈ ഹദീസിൽ തെളിവാക്കാൻ സാധിക്കുകയില്ല. കാരണം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇത് അൽ അംറു ഹുനാ ലിൽ ഇബാഹ, അനുവദനീയമാണ്. ഈ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കലും കുടിക്കലും അനുവദനീയമാണ്. ബാങ്കിന്റെ സമയമായി, സുബഹിയുടെ സമയമായി എന്ന് വിചാരിച്ച് നിങ്ങൾ നിർത്തേണ്ടതില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് കഴിക്കൽ അനുവദനീയമാണ്, കുടിക്കൽ അനുവദനീയമാണ് എന്ന് അറിയിക്കുന്നതാണ്. അതല്ലാതെ ഈ സമയത്ത് ഈ കൽപ്പന ഒരിക്കലും എന്ത് തന്നെ അറിയിക്കുന്നില്ല. അൽ അംറു ലിൽ വുജൂബ് അല്ല, വാജിബാണ് എന്ന് അറിയിക്കുന്നില്ല. മറിച്ച് ഇബാഹ, അനുവദനീയമാണ്. ആ രൂപത്തിൽ അമ്രുകളുണ്ട്. ചില അമ്രുകൾ അത് അനുവദനീയമാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, ചിലത് കൽപ്പന രൂപത്തിലുള്ളതായിരിക്കും. ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും. നമുക്കറിയാം അത്താഴം അത് കഴിക്കൽ നിർബന്ധമുള്ള കാര്യമല്ല, മറിച്ച് വളരെ മുസ്തഹബായിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾ ഇത് മുമ്പ് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അവർ ജീവിതത്തിൽ ഒരുപാട് കാലം അവർ വിചാരിച്ചത് നോമ്പ് സഹിഹാകണമെങ്കിൽ അത്താഴം കഴിച്ചാലേ ശരിയാകൂ എന്ന് ധരിച്ചിട്ട് വിചാരിച്ച ആളുകളുണ്ട്. അതിന്റെ അപകടം അതല്ല, അവരഥവാ ബാങ്ക് കൊടുത്തിട്ടാണ് എഴുന്നേറ്റത് എങ്കിൽ പോലും അവർ ഭക്ഷിച്ചിട്ടാണ് നോമ്പ് ആരംഭിക്കാറുണ്ടായിരുന്നത്. അത്രയും പേടിച്ചിട്ട്. കാരണം അത്താഴം കഴിച്ചിട്ടില്ല എങ്കിൽ നോമ്പ് ശരിയാവുകയില്ല എന്ന് വിചാരിച്ചിട്ട്. അത് ശരിയല്ല. അത്താഴം കഴിച്ചിട്ടില്ലെങ്കിൽ നോമ്പ് സഹിയാകും. നമുക്ക് സുബഹിക്ക് മുമ്പ് തന്നെ മനസ്സിൽ നോമ്പെടുക്കണം എന്നുള്ളൊരു കരുതൽ ഉണ്ടാകണം എന്ന് മാത്രം. ഫർദിനാണെങ്കിൽ. സുന്നത്തിനാണെങ്കിൽ അതിന്റെയും ആവശ്യമില്ല. ഒരാൾ ഭക്ഷണം കഴിക്കാതെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും പ്രവേശിക്കാതെ രാവിലെ തീരുമാനിക്കുകയാണ് എന്ന് ഏതായാലും നോമ്പെടുത്തേക്കാം എന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് നോമ്പ് അനുവദനീയമാണ്. അതുമുതൽ അങ്ങോട്ട് വരെയുള്ള അസ്തമിക്കുന്നത് വരെയുള്ള സമയത്ത് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഇവിടെ പറയുന്നു ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം. ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് കൊടുക്കുന്നത് വരെ, ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അതുവരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഹൽ യുസ്തദല്ലു ബിഖൗലി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിൽ നിന്നും തെളിവ് പിടിക്കപ്പെടാൻ പറ്റുമോ? ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈലിൻ ലിയുഖിദ അൻ-നായിമ വയുർജി അൽ-ഖായിം, തീർച്ചയായും ബിലാൽ ബാങ്ക് കൊടുക്കുന്നത് ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കാനും അതുപോലെ നിസ്കരിക്കുന്നവർക്ക് തിരിച്ച് മടങ്ങാനും ഒക്കെയാണോ? അല അന്നഹു യജൂസു അൻ യുഅദ്ദിന ലിസലാത്തിൽ ഫജ്രി ഖബ്ല ദുഖൂലി വഖ്തിഹാ, ഫജ്റിന്റെ സമയം ആകുന്നതിന് മുമ്പ് തന്നെ ഫജ്റിന്റെ ബാങ്ക് കൊടുക്കാം എന്നതിന് ഈ ഹദീസ് തെളിവാകുമോ എന്നാണ്. ഈ ഹദീസിൽ ഇങ്ങനെ ബിലാൽ ബാങ്ക് കൊടുക്കുന്നതായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ആ ഇസ്തിദ്ലാൽ, അങ്ങനെ തെളിവ് പിടിക്കൽ ഒരിക്കലും ശരിയല്ല. മറിച്ച് ഇതിന്റെ കാരണം ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് സമയമായി എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാങ്കല്ല, മറിച്ച് ഈ കാരണത്തിന് വേണ്ടി മാത്രമാണ്. അപ്പൊ സുബഹിക്ക് മുമ്പുള്ള ഒരു ബാങ്കുണ്ട്, അതിന്റെ കാരണം ഇത് മാത്രമാണ്. നിസ്കരിക്കുന്ന ആളുകൾക്ക് ഞാൻ വിത്രാക്കേണ്ട സമയമായി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്താഴത്തിലേക്ക് മടങ്ങാനും, ഇനി അതല്ല ഉറങ്ങുന്ന ആളുകൾക്ക് എഴുന്നേൽക്കേണ്ട സമയമായി എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഒരിക്കലും തന്നെ എന്തല്ല, അത് ലിയുഅ്ലിമകും ബിദുഖൂലിൽ വഖ്ത്, അതിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ സമയമായി എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ല. കാരണം സമയമായി മാത്രമേ ബാങ്ക് കൊടുക്കാൻ പറ്റൂ എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറെ ഹദീസിൽ വളരെ വ്യക്തമാണ്. ഇദാ ഹളറത്തിസ് സ്വലാത്തു ഫല്യുഅദ്ദിൻ ലക്കും അഹദുക്കും എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിന്റെ സമയം അഗതമായാൽ നിങ്ങളിൽ ഒരാൾ ബാങ്ക് കൊടുക്കട്ടെ. അപ്പൊ അവിടുന്ന് പറഞ്ഞത് നിസ്കാരത്തിന്റെ സമയമായാൽ മാത്രമാണ് ബാങ്ക് കൊടുക്കേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ചെയ്യുന്നത് പോലെ നേരത്തെ തന്നെ ബാങ്ക് കൊടുക്കുക, സുബഹിയാകുന്നതിന് മുമ്പ് തന്നെ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് അത് ശരിയല്ല. ആ ബാങ്ക് യഥാർത്ഥത്തിൽ ശരിയാവുകയില്ല. ആ ബാങ്കിന് വാലിഡിറ്റി ഉണ്ട്, കാരണം സുബഹിക്ക് മുമ്പ് തന്നെ ബാങ്ക് കൊടുക്കാം. പക്ഷെ ദുഖൂലിൽ വക്തായാൽ അത് വേറെ ബാങ്ക് കൊടുക്കേണ്ടതുണ്ട്. ചില ആളുകൾ ഇതിന് പല ന്യായങ്ങളും പറയാറുണ്ട്. അതായത്
ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റമളാനിലൊക്കെ പ്രത്യേകിച്ച് സൂക്ഷ്മത കാണിക്കാം എന്ന് പറയാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സൂക്ഷ്മത കാണിക്കാൻ പറഞ്ഞൊരു മേഖലയേ അല്ല. ആ ഒരു സൂക്ഷ്മത എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അബദ്ധമാണ് ചെയ്യുന്നത്. അവരിങ്ങനെ നേരത്തെ ബാങ്ക് കൊടുത്താൽ 5, 6, 7 മിനിറ്റ് മുമ്പൊക്കെ ബാങ്ക് കൊടുത്താൽ ശരിയാണ്, ഒരാൾ വെള്ളം കുടിയും ഭക്ഷണം കഴിക്കലൊക്കെ ഒഴിവാക്കും, അങ്ങനെ സൂക്ഷ്മത. പക്ഷെ അതിനേക്കാൾ വലിയ അപകടം വേറെയുണ്ട്. വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകും മസ്ജിദിലേക്ക് വരാതെ നിസ്കരിക്കുന്ന ആളുകൾ, അതുപോലെ രോഗികളായ ആളുകൾ ഉണ്ടാകും മസ്ജിദിലേക്ക് വരികയില്ല, അതുപോലെ ഇത് റോഡിലൂടെ പോകുമ്പോൾ ചിലപ്പോ വാഹനത്തിലോ മറ്റോ ഒക്കെ നിസ്കരിക്കേണ്ടി വരുന്ന ആളുകൾ ഉണ്ടാകാം. ഇവരൊക്കെ വിചാരിക്കും ദുഖൂലുൽ വക്തായി എന്നാണ്, സമയമായി എന്നാണ്. യഥാർത്ഥത്തിൽ 5, 6, 7 മിനിറ്റ് മുമ്പാണ്. സമയമാകാതെ 1 മിനിറ്റ് മുമ്പ് ഒരാൾ നിസ്കരിച്ചാൽ പോലും അയാളുടെ നിസ്കാരം സഹിഹാവുകയില്ല. സമയമായാൽ മാത്രമേ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ പറ്റുകയുള്ളൂ. സമയമാകണം, എന്നാലാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീറത്തുൽ ഇഹ്റാം അതിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ, അതിന് മുമ്പ് പാടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ നിസ്കരിക്കുന്ന സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് അത് ആ വകുപ്പിൽ വരികയില്ല. കാരണം സുബഹി സമയമായിട്ടാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തുള്ളൂ. അതുപോലെ തന്നെ സുബഹി നിസ്കാരം അത് അതിനേക്കാൾ പ്രാധാന്യമുള്ളത് അതൊക്കെ സമയത്തിന് മുന്നേ തന്നെ ആയി പോകും. അപ്പൊ അത് അതിനേക്കാളും വലിയ സൂക്ഷ്മത എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നത് അതിനേക്കാളും വലിയ അബദ്ധമാണ്. അതുകൊണ്ട് ഇതൊരിക്കലും തന്നെ, ഈ ഹദീസ് ഒരിക്കലും തന്നെ സുബഹിക്ക് മുമ്പേ അത് ബാങ്ക് കൊടുക്കാം എന്നുള്ളതിന്റെ തെളിവല്ല. സുബഹിക്ക് മുമ്പേ ബാങ്ക് കൊടുക്കുന്ന ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ശരിയാണ്, ഇത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ശരിയാണ്. അത് ഇന്നും ഇരു ഹറമുകളിലും ഈ ബാങ്കുണ്ട്, ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ 2 ബാങ്കിന്റെയും ഇടയിൽ ദീർഘമായ സമയമുണ്ടോ? ഒരു ബാങ്ക് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണോ, അതോ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണോ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം കൊടുക്കുന്നത്? അതല്ല, രണ്ടും ബിലാല് ആ ബാങ്ക് കൊടുക്കുന്നത് ഒരു ഹൈറ്റിൽ നിന്നാണ് ബാങ്ക് കൊടുക്കുക, ഉയരമുള്ള ഒരു സ്ഥലത്തു നിന്നാണ്. ബിലാല് ആ ഉയരത്തിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം കയറും എന്ന് ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണോ, അതല്ല ഇതിന് ഒരുപാട് ദീർഘമായ സമയം ഉണ്ടാകുമോ എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്. ഈ 2 അഭിപ്രായങ്ങളും അത് രണ്ടും ശരിയല്ല. കാരണം ദീർഘമായ സമയം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇശയുടെ അല്ലെങ്കിൽ ഫജറിന് അഥവാ രാത്രിയുടെ ഇശ കഴിഞ്ഞിട്ടുള്ള സമയമായിരിക്കണം എന്തായാലും ഫജറിന്റെ ബാങ്ക് എന്ന് പറയും. ഇശ കഴിയുന്നത് മുൻതസിഫുൽ ലൈലിലാണ്, ഈ രാത്രിയുടെ പകുതിയാകുമ്പോഴാണ്. അതിനുശേഷമുള്ള 12 മണിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 12:30, അതിനുശേഷമുള്ള സമയത്താണ് എങ്കിൽ ഈ 2 ബാങ്കും തമ്മിൽ ആർക്കൊരു ഇഷ്കാലുണ്ടാവും യാതൊരു സാധ്യതയില്ല. കാരണം ഭക്ഷണം നിർത്താനും വെള്ളം അതിന്റെ ഒന്നും ഒരു ഇഷ്കാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അത്ര നേരത്തെ ബാങ്ക് കൊടുക്കുന്നതാണ് എങ്കിൽ. ഒരിക്കലും തന്നെ ആ ആദ്യ സമയം അതല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ല, ഇങ്ങനെ രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം ബിലാൽ റളിയല്ലാഹു അൻഹു ഇറങ്ങുമ്പോൾ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം കയറുകയാണ് എങ്കിൽ ഈ പറഞ്ഞ ലിയുർജിഅ ഖായിമക്കും വയുഖിള നായിമക്കും എന്ന് പറയുന്ന ഇല്ലത്ത്, കാരണം നിസ്കരിക്കുന്ന ആളുകൾക്ക് അത്തായത്തിലേക്ക് മടങ്ങാനും ഉറങ്ങുന്ന ആളുകൾക്ക് എഴുന്നേൽക്കാനും എന്ന് പറയുന്ന കാര്യം അതോടെ സംഭവിക്കില്ല. കാരണം അവിടെ എത്ര കിട്ടുക, വളരെ കുറഞ്ഞ സമയം. ഈ സമയം കൊണ്ട് ഒരാൾക്ക് അത്തായം കഴിക്കാനൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് അതിന് അത്തായം കഴിക്കാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടാകുന്ന അത്ര ഗ്യാപ്പ് വേണം. ഹറമുകളിലേക്ക് എനിക്ക് തോന്നുന്നത് ഏകദേശം 1 മണിക്കൂറാണ് അല്ലെ, ഏകദേശം 1 മണിക്കൂർ ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണത്തിന് 4:30 ബാങ്ക് എങ്കിൽ ഒരു 3:30 ആയിരിക്കും അവിടെ ഒന്നാമത്തെ ബാങ്ക് കൊടുക്കുക. അല്ലെങ്കിൽ 5 മണിക്കാണ് സുബഹി എങ്കിൽ 4 മണിക്കായിരിക്കും ഒന്നാമത്തെ ബാങ്ക് ഉണ്ടാവുക. ആ ബാങ്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് എഴുന്നേൽക്കാനും അതിനുശേഷം അയാൾക്ക് വിത്ർ നിസ്കരിക്കണമെങ്കിലൊക്കെ അതിനും, അതുപോലെ അത്തായം കഴിക്കണമെങ്കിൽ അതിനുമൊക്കെ സമയം ഉണ്ടാകും. ഇതാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയായിട്ട് വരിക. അതല്ലാതെ മറ്റ് 2 ആണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫായിദ ഇല്ല എന്നാണ്. ഇനി ഹദീസിൽ നിന്നുള്ള ചില പാഠങ്ങൾ. ഒന്നാമത്തത്, ജവാസു ഇത്തിഹാദി മുഅദ്ദിനൈൻ, 2 ബാങ്ക് വിളിക്കാരനെ ഒരു മസ്ജിദിൽ സ്വീകരിക്കാം എന്നതിന് ഇവിടെ തെളിവുണ്ട്. പ്രത്യേകിച്ചും 2 വക്തിലേക്കാണ്. ഇപ്പൊ സുബഹിക്ക് നമ്മളിവിടെ ഒരാൾ ഇങ്ങനെ ഇത്ര നേരം മുമ്പ് ബാങ്ക് കൊടുക്കണം, വേറൊരാൾ അതിന് ശേഷം ബാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് സ്വീകരിക്കുക എന്നുള്ളത് അത് അനുവദനീയമാണ്. എന്നാൽ അദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, എന്നാൽ ഹൽ യജൂസു അൻ യുത്തഖദ മുഅദ്ദിനാനി ഫി ആനിൻ വാഹിദിൻ ഫി മക്കാനിൻ വാഹിദ്, ഒരേ സമയത്ത് തന്നെ, അഥവാ 2 വ്യത്യസ്ത സമയമല്ല, ഓരോ മണിക്കൂർ ഗ്യാപ്പൊന്നുമില്ല, ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം 2 ബാങ്കുകാരെയൊക്കെ അങ്ങനെ അനുവദനീയമാണോ എന്നാണ് അദ്ദേഹം പറയുന്നു. അത് അങ്ങനെയുള്ള ഒരു മസ്ലഹത്തോ ആവശ്യമോ ഉണ്ട് എങ്കിൽ അനുവദനീയമാണ്. മുൻകാലത്തൊക്കെ ഹറമിൽ അങ്ങനെ ഉണ്ടായിരുന്നു, 5ഓ 6ഓ ബാങ്കുകാരൊക്കെ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അന്ന് ഇന്നത്തെ പോലെയുള്ള മൈക്രോഫോണുകളില്ല. അപ്പൊ ഹറമിന്റെ ചുറ്റും 4 ഭാഗവും ഉണ്ട്, 4 ഭാഗത്തും ആളുകളുണ്ട്. അപ്പൊ ഓരോ ആളുകളും ഓരോ കോർണറിൽ നിന്നും ബാങ്ക് കൊടുക്കുമായിരുന്നു എന്ന്, ആ ഭാഗത്തുള്ള ആളുകൾക്ക് കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. അവർ ഓരോരുത്തരിൽ നിന്നും കേട്ടാലാണ് ആളുകൾക്ക് നോമ്പിന്റെ സമയമായി, അത്തായം കഴിക്കേണ്ട സമയമായി എന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ പോലെ ഇതില്ല, സമയം നോക്കാൻ നമുക്ക് എന്തില്ല, വാച്ചോ അല്ലെങ്കിൽ ആ രൂപത്തിലൊന്നുമില്ല. ഒന്നിക്ക് ഈ ബാങ്ക് കേൾക്കണം, അതല്ലെങ്കിൽ അവന് കൃത്യമായിട്ട് തുലൂഉൽ ഫജറിന്റെ സമയം അറിയണം. അപ്പൊ ആളുകൾക്ക് അങ്ങനെ അറിയുന്നതിന് വേണ്ടിയിട്ട്
മുൻകാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ചെയ്യുകയാണ് എങ്കിൽ അത് അനുവദനീയമാണ്. ഒരേ സമയത്ത് തന്നെ ഒരു മസ്ജിദിൽ നിന്ന് ഒന്നിലധികം ആളുകൾ ബാങ്ക് കൊടുക്കും. പക്ഷെ ഒരാളുടെ ഇടയിലല്ല, അത് 4 ദിക്കിലാണ് ആ രൂപത്തിൽ ഹറമുകളിൽ ഉണ്ടായിരുന്നു എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഒരു ഫായദയായിട്ട് അദ്ദേഹം പറഞ്ഞു, അന്നഹു യംബഗി ഫി റമളാൻ അൻ യുത്തഖദ മുഅദ്ദിനാൻ. റമളാനിൽ ഇങ്ങനെ 2 ബാങ്ക് വിളിക്കാരെ നിശ്ചയിക്കുന്നത് നല്ലതാണ്. അഹദുഹുമാ ലിൽ ഇഅലാം ബിഖുർബിൽ ഫജ്രി മിൻ അജ്ലി അൻ യതസഹറ അന്നാസ്. അതൊന്ന് ജനങ്ങൾക്ക് അത്തായം കഴിക്കാൻ ഫജറിന്റെ സമയമായിട്ടുണ്ട് എന്നതിന് വേണ്ടിയിട്ടാണ്. വസ്സാനി ലിൽ ഇഅലാം ബിതുലുഉൽ ഫജ്ർ. രണ്ടാമത് തുലുഉൽ ഫജ്റായി അഥവാ നിസ്കാര സമയമായി അല്ലെങ്കിൽ അത്തായ സമയം പൂർണ്ണമായി കഴിഞ്ഞു എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അടുത്ത ഫായിദ ജവാസു അക്ലി സായിമി ഹത്താ യുഅസ്സന അൽ അദാനു അല്ലദി യകൂനു ബഅദ തുലൂഇസ് സുബ്ഹ്. ഒരാൾക്ക് സുബഹിയുടെ തുലൂഉസ് സുബ്ഹ് അഥവാ പ്രഭാതമാകുന്നത് വരെയുള്ള സമയത്ത് ഒരാൾക്ക് ഭക്ഷണവും വെള്ളവും കുടിക്കാം എന്നതിന് അനുവദനീയമുണ്ട്. അല്ലെ, ചില ആളുകൾ നമ്മുടെ നാട്ടിൽ അത്തായ നോമ്പൊക്കെ ആകുമ്പോൾ കാണാൻ പറ്റും ആ കാലണ്ടറിൽ അത്തായ വിരാമം എന്ന് പറഞ്ഞൊരു സമയം. യഥാർത്ഥത്തിൽ അതൊരു ബിദ്അത്താണ്. അങ്ങനെ ഒരു ഇംസാക്ക് എന്ന് പറയുന്നത് ദീനിലില്ല. അത്തായ വിരാമം എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഒരു സമയം നിശ്ചയിക്കുക, അത് ഇല്ല, അങ്ങനെയില്ല. കാരണം ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫകുലു വഷ്റബു ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം. ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് കൊടുക്കുന്നത് വരെ, അതുവരെ ദീനിൽ സമയം നീട്ടി തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആ സമയത്ത് അത്തായം കഴിക്കുന്നത് പ്രത്യേകിച്ച് ഖൈറുണ്ട് എന്നല്ല. അത്തായം കഴിച്ചതിന് ശേഷം ഒരു 50 ആയത്തൊക്കെ ഉണ്ടാകുന്ന സമയം ഉണ്ടായാൽ നല്ലത് തന്നെ. പക്ഷേ ഒരാൾക്ക് വെള്ളം കുടിക്കണോ ഭക്ഷണം കഴിക്കണോ വേണമെങ്കിൽ അത് ഈ ബാങ്കിന്റെ അത്രയും സമയം അത് അനുവദനീയമാണ്. ആ സമയം അനുവദനീയമാണ്. അതല്ലാതെ അതിന് മുമ്പേ തന്നെ വിരമിക്കണം എന്ന് ദീനിലില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ഫായദ അദ്ദേഹം കൊടുത്തത് അന്നഹു യജിബുൽ അമലു ബിഖൗലിൽ മുഅദ്ദിൻ. മുഅദ്ദിന്റെ വാക്ക് കേട്ടിട്ട് നമുക്ക് അമൽ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം കുലു വഷ്റബു ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം. ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് കൊടുക്കുന്നത് വരെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. അപ്പൊ അതിനുശേഷം പാടില്ല. അപ്പൊ അദ്ദേഹം പ്രത്യേകിച്ചും ഒരു സിഖയാണ്, വിശ്വസ്തനായ ഒരു ബാങ്കുകാരനാണ്. അപ്പൊ ബാങ്കുകാരൻ എപ്പോഴും വിശ്വസ്തനായിരിക്കണമെന്ന് നിർബന്ധമായ കാര്യമാണ്. സമയത്തിനൊന്നും നോക്കാത്ത, സമയത്തെക്കുറിച്ച് അറിയാത്ത, അല്ലെങ്കിൽ ഒരു വിശ്വസ്തത ഇല്ലാത്ത ഒരാൾ ഒരിക്കലും ഒരു മസ്ജിദിൽ ബാങ്ക് കൊടുക്കുന്ന ആളാക്കാൻ പാടില്ല. തോന്നിയതുപോലെ ബാങ്ക് കൊടുക്കുക, സമയത്തിന് മുമ്പേ ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ സമയം കഴിഞ്ഞ് ഒരുപാട് നേരം കഴിഞ്ഞിട്ട് കൊടുക്കും. അല്ലെ, പ്രത്യേകിച്ച് മഗ്രിബിനാണെങ്കിൽ അതിന്റെ ആദ്യ സമയത്ത് സൂര്യൻ അസ്തമിച്ച സമയത്ത് തന്നെ നോമ്പ് ഉറക്കണം, അതാണ് അതിന്റെ അഫ്ളൽ. അപ്പൊ അതൊന്നും നോക്കാതെ ഒരുപാട് നേരം കഴിഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ സുബഹിയുടെ സമയം നേരത്തെ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ട് കൊടുക്കുക. ഇത് കാര്യമായി ആളുകളെ ഇബാദത്തിനെ ബാധിക്കുന്നതാണ്. വിശ്വസ്തരായ ആളുകളെ പറ്റുകയുള്ളൂ. അങ്ങനെ വിശ്വസ്തരായ ആളുകൾ ആണ് ഉള്ളത് എങ്കിൽ അവരെ വാക്കനുസരിച്ച് പ്രവർത്തിക്കൽ നിർബന്ധമാണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്നൊരു പക്ഷെ നമുക്ക് മനസ്സിലാക്കി ഇബ്നു ഉമ്മി മക്തൂമിന് എങ്ങനെയാണ് ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇബ്നു ഉമ്മി മക്തൂമിന് എങ്ങനെയാണ് നമുക്ക് വിശ്വസ്തനാണെങ്കിൽ സ്വീകരിക്കുക, അദ്ദേഹം അന്ധനല്ലേ. അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട് ഇബ്നു ഉമ്മി മക്തൂം അന്ധനാണ് എങ്കിലും അദ്ദേഹം ബാങ്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്, ആളുകൾ അറിയിച്ചതിന് ശേഷമാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെയുള്ള ഒരാൾ ആണെങ്കിൽ, അന്ധനായ ഒരാളെ നമുക്ക് ബാങ്ക് കൊടുക്കാനൊക്കെ നിശ്ചയിക്കാം, അദ്ദേഹം ആ രൂപത്തിലാണ് ബാങ്ക് കൊടുക്കുന്നത് എങ്കിൽ എന്നുള്ളത്. അവസാനത്തെ 7ാമത്തെ ഒരു ഫായിദയായിട്ട് അദ്ദേഹം പറയുന്നത് അന്നഹു യജിബു അൻ യുബയ്യന ലിന്നാസി മാ യഹ്താജൂന ഇലൈഹി ഫി ഇബാദത്തിഹിം. ജനങ്ങൾക്ക് അവരുടെ ഇബാദത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് വിശദീകരിച്ചു കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ്. എന്താണ് ഈ ഹദീസിൽ നിന്ന് അങ്ങനെ ഒരു പാഠം അദ്ദേഹം എടുക്കാനുള്ള കാരണം? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ 2 ബാങ്ക് കേൾക്കും. അപ്പൊ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, 1ാമത്തെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അത് സുബഹിക്കുള്ള ബാങ്കല്ല, നേരത്തെയുള്ള ബാങ്കാണ്. അപ്പൊ അങ്ങനെ ഇഷ്കാൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ വരുന്ന സമയത്ത് ആളുകൾക്ക് ഇബാദത്തുകളെ കുറിച്ചിട്ടാണ് പ്രത്യേകിച്ച് അത് പഠിപ്പിച്ചു കൊടുക്കൽ അത് നിർബന്ധമാണ് എന്നാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഇഷ്കാൽ ഉണ്ടാകുന്ന ജനങ്ങൾക്കുണ്ട്, അത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ കുടുംബത്തിനും അതുപോലെ ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് ഏതൊരു വിഷയം, ജനങ്ങൾക്ക് ഇഷ്കാൽ ഉണ്ടാകുന്ന ഏതൊരു വിഷയവും അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ 2 ബാങ്കുകാരുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് അത് വ്യക്തമായി കൊടുക്കുകയാണ്. ഇങ്ങനെ 2 ബാങ്കുകാരുണ്ട്, അതുകൊണ്ട് 1ാമത്തെ ബാങ്കുകാരന്റെ ഡ്യൂട്ടി ഇതാണ്, അതാണ് അതിലൂടെ നടപ്പാവുന്നത്, 2ാമത്തെ ബാങ്കുകാരന്റെ കാര്യം ഇതാണ് എന്ന് പറഞ്ഞ ജനങ്ങൾക്ക് അവിടെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും ഫായിദകളാണ് അദ്ദേഹം ഈ ഒരു ഹദീസിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ഹദീസ് ഇതാണ്, ബാബുൽ അദാനിലെ അവസാനത്തെ ഹദീസ്. അൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ, മുഅദ്ദിനെ നിങ്ങൾ കേട്ടാൽ, അത് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേട്ടാൽ, ഫഖൂലു മിസ്ല മാ യഖൂൽ, അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങളും പറഞ്ഞുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഭാഷ പഠിച്ച ആളുകൾക്കറിയാം. ഇദാ സമിഅ്തും എന്ന് പറയുന്ന ഷർത്ത് ഉപയോഗിച്ചു, നിങ്ങൾ ബാങ്ക് കേട്ടാൽ. അപ്പൊ അതിന്റെ ജവാബാണ് ഫഖൂലു. കൂലു എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ്. അപ്പൊ അവിടെ ഫ എന്നുള്ള വാക്ക് ചേർക്കണം എന്നാണ്. ഇത് ഭാഷാപരമായ ഒരു കാര്യമാണ്. ആളുകൾക്ക് ഭാഷ പഠിച്ചാൽ നമുക്ക് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ വായിക്കുന്ന സമയത്ത് അത് കാണാൻ പറ്റും. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഹദീസുകളിലും ആയത്തുകളിലും കാണാൻ പറ്റും. അത് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന ആളെ കേട്ടാൽ അതിന്റെ ജവാബ് ഷർത്താണ്. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഫഖൂലു മിസ്ല മാ യഖൂലു, അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങൾ പറയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിന്റെ ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാ ആളുകളോടുമുള്ള കൽപ്പനയാണ്. ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളോടുമുള്ള കൽപ്പനയാണ്. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പറയുക എന്നുള്ളത്. ഇത് ഹദീസിൽ, സഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മുഅദ്ദിൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. അങ്ങനെ വ്യക്തമായിട്ട് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ ഹദീസാണ് നമുക്ക് കിട്ടിയതെങ്കിൽ അതിന്റെ അമൽ എങ്ങനെയായിരിക്കും? ഈ ഹദീസേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ അതിന്റെ അമൽ ബാങ്ക് കൊടുക്കുന്ന ആൾ എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ നമ്മൾ പറയണം എന്നായിരിക്കും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഹയ്യ അലസ് സലാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹയ്യ അലസ് സലാ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഈ ഹദീസിൽ അത്രേ പറയുന്നുള്ളൂ. ഈ ഹദീസിൽ അത്രേ പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഹദീസുകൾ, അത് ഒരൊറ്റ ഹദീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദീനിന്റെ എല്ലാ ഹുക്കുമുകളും കിട്ടുകയില്ല എന്നുള്ള തെളിവാണ് ഈ ഹദീസ്. ഒരു ഹദീസ് എടുത്തു കഴിഞ്ഞാൽ അത് വെറുതെ കിതാബ് എടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പരിഭാഷ എടുത്ത് ഒരാൾക്ക് ദീന് പഠിക്കാൻ കഴിയുകയില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ഒരാൾ ഈ ഒരു ഹദീസ് കേട്ടു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ, ബാങ്ക് വിളിക്കുന്ന ആളുകൾ കേട്ടുകഴിഞ്ഞാൽ അതുപോലെ പറയുക. അങ്ങനെ അയാൾ പറയാൻ തുടങ്ങിയാൽ അയാൾ ചെയ്യുന്നത് തെറ്റായിരിക്കും. കാരണം അയാൾ വേറൊരു ഹദീസ് ഈ വിഷയത്തിലുണ്ട്, വേറൊരു ഹദീസ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദീകരണം എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഹദീസുകൾ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി അങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്നും വായിച്ചും കേട്ടും ഒക്കെ അവിടെ അടുത്തിരുന്നും ഒക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അത് വേറെ ഹദീസിൽ, സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇദാ ഖാല ഹയ്യ അലസ് സലാ ഹയ്യ അലസ് സലാ ഫഖൂലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നിങ്ങൾ പറയുക, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ് പറയേണ്ടത്. ഇത് ദീനിൽ നിന്നുള്ള ശർഈ ആയിട്ടുള്ള തെളിവാണ്. ഇനി അഖലിയായിട്ട്, ബുദ്ധിപരമായിട്ടും ഇതിന് തെളിവുണ്ട്. കാരണം ബാങ്ക് വിളിക്കുന്ന ആൾ ഹയ്യ അലസ് സലാ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതിനൊരു അർത്ഥം ഉണ്ടല്ലോ. അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുന്ന ദിക്റുകളാണ്, നമ്മൾ അതുപോലെ ഏറ്റു പറയണം. എന്നാൽ ഹയ്യ അലസ് സലാ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, ഹയ്യ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അഖ്ബിൽ, മുന്നോട്ടേക്ക് വരിക, മുന്നിടുക എന്നാണ്. ഇങ്ങോട്ടേക്ക് വരിക എന്നാണ് അതിന്റെ അർത്ഥം. ഹയ്യ അലസ് സലാ എന്ന് മുഅദ്ദിൻ വിളിക്കുമ്പോൾ നമ്മളും അങ്ങോട്ടേക്ക് ഹയ്യ അലസ് സലാം തിരിച്ചു പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് ചോദിക്കുന്നു, രണ്ടാളും ഇങ്ങനെ പറഞ്ഞിട്ട് ഇടയിൽ നടുവിൽ എവിടെയൊക്കെ വെച്ച് കണ്ടുമുട്ടാനാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതല്ലല്ലോ അതിന്റെ അർത്ഥം. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അതല്ലല്ലോ, മസ്ജിദിലേക്ക് തന്നെയാണ് വരേണ്ടത്. അപ്പൊ ഹയ്യ അലസ് സലാ എന്ന് ബാങ്ക് വിളിക്കുന്ന ആൾ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എന്തല്ല തിരിച്ചങ്ങോട്ട് ഹയ്യ അലസ് സലാ എന്ന് പറയുന്നത് അഖലിയായിട്ടും അതിന് തെളിവില്ല. അത് ഒരു സ്ഥിരപ്പെടാത്തൊരു കാര്യമായി മാറും. അതുകൊണ്ട് ഹയ്യ അലസ് സലാ എന്ന് പറയുമ്പോൾ അവിടെ ഒന്ന് ദലീൽ നമുക്ക് വന്നു കഴിഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത്. അതിന് ആ ദലീലിന് ഹിക്മത്തുമുണ്ട്. നമ്മോട് പറയുന്നത് ഹയ്യ അലസ് സലാ, നിസ്കാരത്തിലേക്ക് വരിക എന്ന് പറയുന്നതാണ്. അത് നമുക്ക് ചെറിയ പരിശ്രമമുള്ള കാര്യമാണ്. നിസ്കാരത്തിലേക്ക് വരേണ്ടതുണ്ട്. അത് നമുക്ക് സ്വന്തം കഴിവുകൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. അത് അല്ലാഹു തആലയുടെ കഴിവുകൊണ്ട് മാത്രമാണ് കഴിയുന്നത്. അത് നമ്മൾ അംഗീകരിച്ചിട്ടാണ് പറയുന്നത്. ലാ ഹൗല, ഒരു കഴിവുമില്ല, വലാ ഖുവത, ഒരു ശക്തിയുമില്ല, ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എന്ന് പറയുന്ന ഇസ്തിആനത്തിന്റെ, അള്ളാഹുവിനോട് സഹായം തേടുന്ന വാക്കാണ് നമ്മൾ അവിടെ പറയുന്നത്. അത് വളരെ വ്യക്തമാണ്. ഹയ്യ അലസ് സലാ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്രയോ ആളുകൾ അവര് ബാങ്ക് കേൾക്കുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ അതിനുശേഷം വരാൻ പറ്റണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ട്. അപ്പൊ നമുക്കത് സാധിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവും ശക്തിയും കൊണ്ടാണ് എന്ന് നമ്മൾ അള്ളാഹുവിനോട് വിനയത്തോടുകൂടി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, വയ്യാക നസ്തഈൻ, നിന്നോട് അതിന് സഹായം തേടുകയും ചെയ്യുന്നു. ആ ഇബാദത്തിന് നമുക്ക് സഹായം ആവശ്യമാണ്. ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് സ്വന്തം നിലക്ക് കഴിയുന്ന കാര്യമല്ല. അതാണ് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ ഫദ്ൽ. എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്നൊക്കെ പഠിപ്പിച്ചു തന്നു. ഇനി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ടതില്ല, മറിച്ച് അതിന് ഇസ്തിആനത്ത് ആവശ്യമാണ്. അള്ളാഹുവിന്റെ സഹായം വളരെ അത്യാവശ്യമാണ്. അള്ളാഹുവിന്റെ സഹായം നമ്മൾ ചോദിക്കുകയും വേണം. ഇന്ന ഇബാദത്ത് ചെയ്യണം, അതിന് ചോദിക്കണം. അതിന് പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിസ്കാരത്തിലെ നമുക്ക് സലാം വീട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ പറയേണ്ട ഒരു ദിക്റിൽ പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ ഇന്നി, അല്ലാഹു എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക, നിന്നെ നന്നായി ഓർമ്മിക്കാൻ, ദിക്ർ ചൊല്ലാൻ, വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക, ഇബാദത്തൊക്കെ നന്നാക്കാൻ. അതിനും അള്ളാഹുവിന്റെ തൗഫീക്കും സഹായവും ആവശ്യമാണ്. അതുപോലെ ഇവിടെ നിസ്കാരത്തിലേക്ക് വരണമെങ്കിലും എന്താവശ്യമാണ്? അള്ളാഹുവിന്റെ
അള്ളാഹു നൽകുന്ന കഴിവും ശക്തിയും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളത് അവിടെ പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നാൽ ചില ആളുകൾ, സാധാരണക്കാരായ ചില ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടമൊക്കെ കേട്ട് കഴിഞ്ഞാൽ, അപകടം കേട്ട വാർത്തകൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ അത് യഥാർത്ഥ പണ്ഡിതന്മാർ ഇത് കലിമത്തുൽ ഇസ്തിർജാ അല്ല, അപകടം കേട്ടാൽ പറയേണ്ട വാക്കല്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നമുക്ക് സഹായം ചോദിക്കേണ്ട സന്ദർഭത്തിൽ പറയേണ്ടതാണ്. അതുപോലെ ധാരാളം ഫദ്ലുകളുള്ള ഒരു വാക്കുമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ദിക്ർ. യഥാർത്ഥത്തിൽ അപകടം കേട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ വലിയ മുസീബത്ത് ബാധിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മരണപ്പെട്ടാൽ മാത്രമല്ല ഏതൊരു മുസീബത്ത് കേട്ടാൽ അതാണ് പറയേണ്ടത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നത് അത് ഒരു കലിമത്തുൽ ഇസ്തിർജാ അല്ല, മറിച്ച് കലിമത്തു ഇസ്തിആനയാണ്, സഹായത്തിന്റെ വാക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഥവാ നമ്മളിവിടെ ഹയ്യ അലസ്സലാ എന്ന് പറയുമ്പോൾ, ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത് പോലെയാണ്, അല്ലാഹുമ്മ ഇന്നി അലസ്സലാ, അള്ളാഹു എനിക്ക് നിസ്കരിക്കാൻ എനിക്ക് കഴിവ് തരണമേ, അതിന് പോകാനും മറ്റുമൊക്കെ തൗഫീക്കും സഹായവും ഒക്കെ തരണമേ എന്ന് പറയുന്നത് പോലെയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറയുന്നു ഇദാ സമിഅ്തുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂലു, പറയുന്നത് പോലെ പറയുക എന്ന് പറഞ്ഞു. അപ്പൊ പറയുന്നത് പോലെ പറയുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെ കാര്യത്തിലാണ് എന്നുള്ളതിൽ അത് വേറെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കണം. അതല്ലാത്ത കാര്യത്തിൽ, അതിൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഫവായിദിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതല്ലാത്ത കാര്യത്തിൽ എന്താണോ തെളിവ് വന്നത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇനി ഹദീസിന്റെ തെളിവ് ഫവായിദുകൾ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ഇസ്തിഹ്ബാബു മുതാബഅത്തിൽ മുഅദ്ദിൻ, മുഅദ്ദിനെ നിങ്ങൾ പിൻപറ്റാൽ, അതുപോലെ പറയുക എന്നുള്ളത് ഇസ്തിഹ്ബാബ് എന്നാണ് പറഞ്ഞത്, വാജിബ് എന്ന് പറഞ്ഞിട്ടില്ല. ചില പണ്ഡിതന്മാർ ഇത് വാജിബാണെന്ന് പറഞ്ഞവരുമുണ്ട്. കാരണം ഇതിൽ ഈ ഹദീസ് മാത്രം എടുത്തു നോക്കിയാൽ ഇദാ സമിഅ്തുൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന ആളെ കേട്ടാൽ ഫഖൂലു നിങ്ങൾ പറയുക മിസ്ല മാ യഖൂൽ എന്നാണുള്ളത്. ഫഖൂലു എന്ന് പറയുന്നത് ഫിഅലു അംറാൻ, അൽ അസ്ലു ഫിൽ അംരി വൽ വുജൂബ്, കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തുനിന്നോ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായാൽ അതിന്റെ അടിസ്ഥാനം അത് വാജിബ് എന്നാണ്. അത് വാജിബ് അല്ല, മുസ്തഹബാണ് എന്ന് വരണമെങ്കിൽ മറ്റ് ഹദീസുകളിലോ മറ്റോ തെളിവുണ്ടാകണം. ഇത് വേണമെന്ന ആളുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ഉദ്ദേശിക്കുന്നവർ ചെയ്യട്ടെ പോലെയുള്ള വാക്കുകളിൽ ഇതേ കാര്യം തന്നെ വരിക. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിട്ടും ആ കൽപ്പനക്കെതിരായിക്കൊണ്ട് അവിടുന്ന് തന്നെ പ്രവർത്തിച്ച് കാണിക്കുക, അതൊക്കെ സാരിഫുകളാണ്. ഈ വാജിബിൽ നിന്നും അതിനെ ഇസ്തിഹ്ബാബിലേക്ക് കൊണ്ടുവരുന്ന, അതിന്റെ ഹുക്മ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ അവിടുത്തെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നടത്തുന്നത് സുബഹിക്ക് ശേഷമുള്ള സമയത്തായിരിക്കും. അങ്ങനെ സുബഹിക്ക് ശേഷം സമയം അവിടെ ബാങ്ക് കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ നാടുമായിട്ട് യുദ്ധം ചെയ്യുകയില്ല, അത് മുസ്ലിമീങ്ങളുടെ രാജ്യമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹം ഈ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ കേട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയാതെ അലൽ ഫിത്ര എന്നൊക്കെ പറഞ്ഞത് റിവായത്തിൽ വന്നതായി കാണാൻ സാധിക്കും. അവിടുന്ന് മറുപടി പറഞ്ഞിട്ടില്ല, അലൽ ഫിത്ര. അതുപോലെ അതിനുശേഷം പറയുന്നത് കേട്ടപ്പോൾ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ ഹദീസിൽ കാണാൻ പറ്റും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞ വാക്കുകൾ വേറെയാണ്. അലൽ ഫിത്ര എന്നൊരു തവണ പറഞ്ഞു, അവൻ നരകത്തിൽ രക്ഷപ്പെട്ടു എന്നുള്ള വാക്ക് അവിടുന്ന് വേറെ പറഞ്ഞു. അതൊരു ആട്ടിടനെ ആയിരുന്നു ആ ബാങ്ക് കൊടുത്തത് എന്ന് സഹാബത്ത് പിന്നീട് റിവായത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നും തെളിവ് പണ്ഡിതന്മാർ പിടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, അത് വാജിബാണെങ്കിൽ അവിടെ നിർബന്ധമായി അവിടുന്ന് പറഞ്ഞു കാണിക്കുമായിരുന്നു, മറിച്ച് അവിടുന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ല. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ബാങ്കിന്റെ ഹദീസ് ഇദാ ഹദറത്തിസ് സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ, സമയമായി കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ, നിസ്കാരത്തിന്റെ സമയമായാൽ നിങ്ങളിൽ ഒരാൾ ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പറയേണ്ടതായിരുന്നു ബാക്കിയുള്ള ആളുകളും അതുപോലെ ചൊല്ലണമെങ്കിൽ, അതും നിർബന്ധമാണെങ്കിൽ ബാങ്ക് കൊടുക്കുന്നത് പോലെ അതും നിർബന്ധമാണെങ്കിൽ അവിടുന്ന് പറയേണ്ടതായിരുന്നു. പക്ഷെ ആ മഖാമിൽ അവിടുന്ന് പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് ബാങ്ക് കൊടുക്കൽ അതാണ് നിർബന്ധം, സമയമായാൽ ബാങ്ക് കൊടുക്കൽ അത് ഫർളു കിഫായ. ഒരു നാട്ടിൽ ആരും ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്ന ഒരു കാര്യമാണ്. സമയമായാൽ ബാങ്ക് കൊടുക്കണം, ഒരാൾ ബാങ്ക് കൊടുക്കണം, ബാക്കിയുള്ള ആളുകൾക്ക് അത് നിർബന്ധമില്ല എന്ന് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാം എന്ന്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫായിദ അദ്ദേഹം പറയുന്നത്, എപ്പോഴാണ് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ബാങ്ക്, അല്ലാഹു അക്ബർ എന്ന് മുഅദ്ദിൻ പറയുമ്പോൾ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയാൻ പറ്റുമോ, അതല്ല പറഞ്ഞതിന് ശേഷമാണോ പറയേണ്ടത്? അത് ഈ ഹദീസിന്റെ ലഫ്ദിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് അതിന്റെ ലഫ്ദിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക? കാരണം ഇതാ സമിഅ്തും എന്നാണ്, അപ്പൊ കേട്ടാലേ പറയാൻ പറ്റും. കേൾക്കുക എന്ന് പറഞ്ഞത് പറഞ്ഞതിന് ശേഷം നമ്മൾ കേൾക്കുള്ളൂ. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും. അല്ലാഹു അക്ബർ എന്ന് പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയാൻ പാടില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ഏറ്റു പറയേണ്ടത്. അതിൽ നിന്നും കഴിഞ്ഞാലാണ് പറയേണ്ടത്. അടുത്ത ഫായിദ അദ്ദേഹം പറയുന്നു, അന്നൽ ഇൻസാന ഇദാ ലം യദ്രി മാദാ യഖൂലുൽ മുഅദ്ദിൻ ലിബുഅദിഹി ഫഇന്നഹു ലാ യുഅ്മറു ബിൽ മുതാബഅ. ബാങ്ക് കേൾക്കുന്ന വളരെ ദൂരത്തുനിന്നാണ്,
അല്ലെങ്കിൽ ആ മൈക്കിന് എന്തോ കംപ്ലൈന്റ് ഒക്കെ ആയി, സ്പീക്കറിന് കംപ്ലൈന്റ് ആയി, ക്ലിയർ ഇല്ല, അല്ലെങ്കിൽ വളരെ ദൂരത്ത് നിന്ന് ഇങ്ങനെ മുറിഞ്ഞൊക്കെ കേൾക്കുന്നു. അങ്ങനെ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നില്ല ഇത് എവിടെ എത്തിയെന്ന് മനസ്സിലാകാത്ത അവസ്ഥ ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിന് ഇജാബത്ത് കൊടുക്കേണ്ടതില്ല. കാരണം അവിടെ കേൾവി എന്ന് പറയുന്ന കാര്യം അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. നമ്മൾ എന്തോ ശബ്ദമേ കേൾക്കുന്നുള്ളൂ. ബാങ്ക് എന്ന് പറയുന്ന കാര്യത്തിനെ നമ്മൾ കേൾക്കുന്നില്ല. ബാങ്ക് എന്ന് പറയുന്ന ഈ ലഫ്ളുകളാണ്, ഇത് കേൾക്കുന്നില്ല. നമ്മൾ എന്തോ ഒരു ശബ്ദമേ കേൾക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഏകദേശം കണക്കാക്കിയിട്ട് അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. നമുക്ക് വ്യക്തമായി കേൾക്കുന്ന സമയത്താണ് ബാങ്ക് കൊടുക്കേണ്ടത്. അത് നമുക്ക് നമ്മൾ ചില സമയത്ത് നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇപ്പൊ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ ദൂരെ എവിടുന്നോ ബാങ്കൊക്കെ കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ അത് കേൾക്കുന്നു കൂടി ഉണ്ടാവും. അതിനൊരു ഇജാബത്ത് ഉണ്ട്, അതിനൊരു കാര്യമുണ്ട്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതിന് ഇജാബത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദൂരെയാണ്, നമുക്ക് എന്തോ ഒരു ശബ്ദമേ കേൾക്കുന്നുള്ളൂ, ബാങ്കിൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കുന്നില്ല എങ്കിൽ ആ സമയത്ത് നമുക്ക് സംസാരിക്കുന്നതിനൊന്നും തെറ്റില്ല. അത് ബാങ്കിന് ഇജാബത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ ബാങ്കിന് ഇജാബത്ത് കൊടുക്കേണ്ട സമയമാണെങ്കിൽ നമ്മൾ സംസാരങ്ങളൊക്കെ നിർത്തിവെച്ച് ഇജാബത്ത് കൊടുക്കുക തന്നെ വേണം. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നു, أن ظاهر إطلاقه أن نقول مثل ما يقول في أي مكان وفي أي زمان وفي أي حال. ഇതിന്റെ ബാഹ്യമായി എടുത്തു നോക്കിയാൽ അഥവാ ഫഖൂലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സ്ഥലത്തായാലും ഏത് സമയത്തായാലും ഏത് അവസ്ഥയിലായാലും നിങ്ങൾ പറയണം എന്നതാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഇദാ സമിഅ്തും, നിങ്ങൾ കേൾക്കുക എന്നതേ വേണ്ടൂ. പിന്നെ നിങ്ങൾ എവിടെ ആയിരുന്നാൽ, സ്ഥലം എവിടെയൊന്നും പരിഗണിക്കേണ്ടതില്ല, നിങ്ങൾ ഏതവസ്ഥ എന്ന് പരിഗണിക്കേണ്ടതില്ല, അതുപോലെ ഏത് സമയം ഒന്നും നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല, നിങ്ങൾ പറഞ്ഞേ പറ്റൂ എന്നാണ് ഇതിന്റെ ലാഹിറായിട്ട് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ തന്നെ മനസ്സിലാക്കിയ ചില പണ്ഡിതന്മാരുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അങ്ങനെ മനസ്സിലാക്കിയ ആളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലൊക്കെ നിങ്ങൾ വല്ല സുന്നത്ത് നിസ്കരിക്കുന്നൊക്കെ സമയത്താണ് ബാങ്ക് കേൾക്കുന്നത് എങ്കിൽ, സുന്നത്ത് നിസ്കരിക്കുന്ന സമയം അല്ലെങ്കിൽ കഴിഞ്ഞ നിസ്കാരം ലേറ്റ് ആയി പോയി അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ നിസ്കാര സമയത്താണ് ബാങ്ക് കേൾക്കുന്നതെങ്കിൽ പോലും അദ്ദേഹമൊക്കെ പറയുന്നത് അതിന് ഇജാബത്ത് കൊടുക്കണം. അദ്ദേഹം ഈ പൊതുവായിട്ടുള്ള പല തെളിവുകളൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. പക്ഷെ അത് ശരിയായ ഒരു അഭിപ്രായമല്ല എന്നാണ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതുപോലെ മുൻഗാമികളായ പലരും പറഞ്ഞത്. അത് ശരിയായ അഭിപ്രായമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫിസ് സ്വലാത്തി ലശുഗല, തീർച്ചയായും നിസ്കാരത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില ശുഗലുകളുണ്ട്. അത് നമുക്ക് മറ്റു പല കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പറ്റൂല. നിസ്കാരത്തിൽ അതിന്റെ ശുഗലുണ്ട്. നിസ്കാരത്തിലായിക്കാൻ നമുക്ക് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാനോ മറ്റു കാര്യങ്ങൾ പറയാനോ ഒന്നും പാടില്ല. അങ്ങനെയൊന്നും പാടില്ല. ഒരാൾ തുമ്മിയവൻ അൽഹംദുലില്ലാ എന്ന് പറയാം. പക്ഷെ നിസ്കാരത്തിലുള്ളവൻ എന്ത് ചെയ്യാൻ പാടില്ല? യർഹമുക്കല്ലാഹ് എന്ന് പറയാൻ പാടില്ല. അതേപോലെ നിസ്കാരത്തിലുള്ള വ്യക്തി ആ നിസ്കാരത്തിന്റെ ശുഗലിലാണ്, അവൻ മറ്റു കാര്യങ്ങളിലേക്ക് തിരിയാൻ പാടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഖിയാസാക്കിയത്, അഥവാ നമ്മൾ നിസ്കാരത്തിൽ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്നൊക്കെ പറയുന്നില്ല അതുപോലെയാണെന്ന്. എന്നാൽ പണ്ഡിതന്മാർ പറയും തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരൊറ്റ ഒരു ലഫ്ളാണ്. പക്ഷെ ബാങ്ക് എന്ന് പറയുന്നത് 1-2 മിനിറ്റൊക്കെ നീണ്ടു നിൽക്കും. ഒരു വ്യക്തി നിസ്കരിക്കുന്ന സമയത്ത് ഈ ബാങ്കിന് ഇങ്ങനെ ഇജാബത്തൊക്കെ പറയാൻ തുടങ്ങിയാൽ നിസ്കാരത്തിലാകെ ശുഗലാകും. അതുകൊണ്ട് നിസ്കാരത്തിന്റെ സമയത്ത് അത് വേണ്ടതില്ല. അതുകൊണ്ട് ഇത് എല്ലാ ഹാലിലും വേണം എന്ന് ഇല്ല. ഇത് ഇങ്ങനെയുള്ള സമയത്ത്, നിസ്കാരത്തിലായിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടതില്ല. അതുപോലെ തന്നെ നമ്മൾ വല്ല ടോയ്ലറ്റിലോ ദിക്റുകൾ പറയാൻ പാടില്ലാത്ത സ്ഥലത്താണ് എങ്കിൽ അവിടെ നമുക്ക് പാടില്ല. നമ്മളിപ്പോൾ ടോയ്ലറ്റിലാണ് ഉള്ളത്, അപ്പോഴാണ് ബാങ്ക് കേൾക്കുന്നത് എങ്കിൽ അപ്പോൾ നമ്മൾ മറുപടി പറയേണ്ടതില്ല. എന്നാൽ അതല്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്, നമ്മൾ ശുഗലാകുന്നതായ മറ്റ് ഇബാദത്തുകൾ. അതിൽപ്പെട്ടതാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താകട്ടെ, നമ്മൾ ഹിഫ്ളാക്കുന്ന സമയത്താകട്ടെ, മുറാജ ചെയ്യുന്ന സമയത്താകട്ടെ, അല്ലെ സാധാരണ നമ്മൾ വെറുതെ ഓതുന്ന സമയത്താകട്ടെ, ഇങ്ങനെ ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ നിർത്തിവെച്ചിട്ട് ബാങ്കിന് ഉത്തരം പറയണമെന്നാണ്. അപ്പൊ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഏറ്റവും അഫ്ളലായിട്ടുള്ള ദിക്റിൽപ്പെട്ടതാണല്ലോ ഖുർആൻ പാരായണം. ഖുർആൻ പാരായണമാണോ അഫ്ളലായ കാര്യം, അതല്ല ബാങ്കിന് ഉത്തരം കൊടുക്കലാണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ഖുർആൻ പാരായണം തന്നെയാണ്. യാതൊരു തർക്കവും ആർക്കുമില്ല. ബാങ്കിന് ഉത്തരം കൊടുക്കുന്നതിനേക്കാളും അഫ്ളൽ ഖുർആൻ പാരായണമാണ്. പക്ഷെ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവിടെ ഒരു ഖായിദയുണ്ട്, അഥവാ അദ്ദിക്റുൽ മൗജൂദു സബബുഹു മുഖദ്ദമുൻ അല ദിക്രിൽ മുത്തലഖ്. നിരുപാധികമായി നമുക്ക് എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ദിക്റുകൾ അതിനേക്കാളും നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ഒരു സമയഖണ്ഡിതമായ ദിക്റിന്. ഇപ്പൊ ചില കാര്യങ്ങൾ അപ്പോൾ ചെയ്യേണ്ടതാണ്. ഇപ്പൊ തിന്നുമ്പോൾ ബിസ്മില്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ട് തുടങ്ങിയാൽ അവിടെ ബിസ്മില്ല അപ്പൊ പറയേണ്ട കാര്യമാണ്. അപ്പൊ അതിനെ മുൻഗണന കൊടുക്കണം. അവിടെ ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഉള്ളൂ. ദിവസം അത്ര 5 നേരം നമ്മൾ കേൾക്കുള്ളൂ. അപ്പൊ ഈ ഒരു സമയത്തെ ബാങ്ക് കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിനപ്പം മറുപടി കൊടുക്കണം. അതിനേക്കാൾ അഫ്ളലായ കാര്യമല്ലേ ഖുർആൻ എന്ന് വിചാരിച്ചിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഖുർആൻ ഓതിക്കൊണ്ടേ ഇരിക്കാൻ പാടില്ല. ഞാൻ അഫ്ളലായ കാര്യമല്ലേ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട്, മറിച്ച് ഈ സബബ് ഇങ്ങനെയുള്ള ദിക്റുൽ മൗജൂദ് സബബുഹു മുഖദ്ദം, സബബുള്ള ഒരു ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്നത് സബബ് അവിടെ ഉണ്ട്. അപ്പൊ അതിന് മുഖദ്ദം മുന്തിക്കപ്പെടണം. എങ്ങനെ? അല ദിക്റിൽ മുത്തലഖ്, നമുക്ക് നിരുപാധികമായി ചെയ്യാൻ പറ്റുന്ന കാര്യം. ഖുർആൻ പാരായണം എന്ന് പറയുന്ന ഒരു സമയവുമില്ല. നമുക്ക് ഏത് നേരം എപ്പോഴും ബാങ്കിന് മുമ്പും ശേഷവും ഒക്കെ
ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യം അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അതിന്റെ സമയത്ത് തന്നെ നമ്മളത് ചെയ്യണം. എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ ടോയ്ലറ്റോ അല്ലെങ്കിൽ അതേപോലെ നമുക്ക് പറയാൻ പറ്റില്ലാത്ത സ്ഥലത്തോ നമ്മൾ പറയുകയെന്ന് പാടില്ല. അതിന് വുളു കൊടുക്കുന്ന സമയത്താകട്ടെ അവിടെ നമുക്ക് ശുഗലില്ല. കാരണം വുളു എന്ന് പറയുന്നത് ലിസാന് കൊണ്ട്, നാവ് കൊണ്ടുള്ള ശുഗലല്ല, മറിച്ച് നമ്മുടെ അർക്കാനുകൾ കൊണ്ട്, ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടുള്ള ശുഗലേ അവിടെ ഉള്ളൂ. വുളുവിന്റെ തുടക്കത്തിൽ ഒരു ബിസ്മില്ല കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മറ്റൊന്നും നാവ് കൊണ്ട് പറയാനില്ല, മറ്റൊരു ദിക്റുകളുമില്ല. ആളുകൾ ചൊല്ലുന്ന പല കാര്യങ്ങൾ അത് വെറുതെ ചൊല്ലുന്ന ബിദ്അത്തുകളാണ്, ഹദീസുകളിലൊന്നുമില്ല. ബിസ്മില്ല എന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒന്നുമില്ല. പിന്നെ വുളു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു ദിക്റുള്ളൂ. അപ്പോൾ അതിനിടയിലുള്ള സമയത്താണ് ബാങ്ക് കേൾക്കുന്നതെങ്കിൽ അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സമയത്ത് നമ്മളത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അതുപോലെ ഒരാൾ ജനാബത്തുകാരനാണ് എന്ന് വിചാരിക്കുക, സുബഹിക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് അയാൾ ജനാബത്തുകാരനാണ്, അപ്പോഴും അയാളെ സംബന്ധിച്ചിടത്തോളം ദിക്ർ ചൊല്ലാം. കാരണം ജനാബത്തുകാരന് ഖുർആൻ പാരായണം ചെയ്യൽ മാത്രമേ പാടില്ലാത്തതുള്ളൂ, ദിക്റുകൾ അനുവദനീയമാണ്. ജനാബത്തുകാരന് ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അത് രാത്രിയിലാകട്ടെ രാവിലെയിലാകട്ടെ. രാത്രി ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് ജനാബത്തുകാരനെ അയാളെ സംബന്ധിച്ചിടത്തോളം ആയത്തുൽ കുർസി, ആമന റസൂൽ പോലെയുള്ളത് പാരായണം ചെയ്യാൻ പാടില്ല. അയാൾ ആദ്യമേ പാരായണം ചെയ്തിരിക്കണം. എന്നാൽ ദിക്റുകൾ അയാൾക്ക് ചൊല്ലാം. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 14 അയാൾക്ക് ചൊല്ലാം. ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്ർ അതൊക്കെ അയാൾക്ക് ചൊല്ലാം. ഉറങ്ങി എഴുന്നേറ്റ് ഉടനെയുള്ള ദിക്റുകൾ അയാൾക്ക് ചൊല്ലാം. അതിൽപ്പെട്ടത് അതുപോലെ തന്നെ ബാങ്ക്, ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ബാങ്ക് ആണ്, ജനാബത്തുകാരനാണെങ്കിൽ അയാൾക്കത് ചൊല്ലാം. അത് കുഴപ്പമില്ല. ഇത് മനസ്സിലാക്കണം. ഇനി ഈ ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഹദീസിൽ നിന്നും ബാങ്ക് ഏത് ബാങ്ക് കേട്ട് കഴിഞ്ഞാലും അതിന് മറുപടി കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ മസ്ജിദിൽ നമ്മൾ ബാങ്ക് കൊടുത്തു, അപ്പോൾ നമ്മൾ മറുപടി കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മസ്ജിദിൽ നിന്നും ബാങ്ക് കേട്ടാൽ നമ്മൾ പിന്നെയും അതിന് മറുപടി കൊടുക്കണം. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് ആകട്ടെ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്ര ബാങ്ക് കേട്ട് കഴിഞ്ഞാലും അതിനൊക്കെ മറുപടി കൊടുക്കണം. നമ്മൾ ഒരു ബാങ്ക് കേട്ടു, ഉടനെ തന്നെ അടുത്ത ബാങ്ക് കേട്ടു, എത്ര വരെ? നമ്മൾ നിസ്കാരം പൂർത്തിയാകുന്നത് വരെ. കാരണം ഈ നിസ്കാരം വരെയാണ് ഹയ്യാല സ്വലാ എന്നൊക്കെ നിസ്കാരത്തിലേക്ക് വിളിക്കുക. നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ബാങ്ക് കേൾക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഇജാമത്ത് കൊടുക്കേണ്ടതില്ല. അതിന് മുമ്പ് വരെയുള്ള 1 or 2 ബാങ്കൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാലും അതിനൊക്കെ ഇജാമത്ത് കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യണം. അടുത്തൊരു ഫായിദയായിട്ട് അദ്ദേഹം പറഞ്ഞു, ബയാനുൻ ലിഹിക്മത്തിൻ അളീമ, ഒരു വലിയൊരു ഹിക്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറയുന്നുണ്ട്. എന്താണത്? വഹി അന്ന മൻ ലം യുശ്റഅ ലഹു അൻ യുബാശിറ അൽ ഇബാദ ഫഇന്നഹു യുശ്റഅ ലഹു അൻ യുശാരിക ഫി ഹാദിഹിൽ ഇബാദ. ഒരാൾക്കൊരു ഇബാദത്തിൽ നേർക്ക് നേരെ പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതുപോലെ അയാൾക്ക് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അതിൽ പങ്കുചേരാൻ പറ്റുമെന്നാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്താണ്, ഏത് കാര്യത്തിൽ നിന്നാണ് ഇതിൽ ഫായിദ പറഞ്ഞിട്ടുള്ളത്? കാരണം ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും കിട്ടുന്ന കാര്യമല്ല. അത് ചില സഹാബത്ത് പരാതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ മുഅദ്ദിനുകൾ അവരെ കുറിച്ചുള്ള ഫضലുകൾ വളരെ വലുതാണ്. നാളെ ഖിയാമത്ത് നാളിൽ അവരുടെ കഴുത്ത് ഇങ്ങനെ നീണ്ടിരിക്കും, അവരെല്ലാവരും കാണുന്ന രൂപത്തിൽ അറിയപ്പെടും. അങ്ങനെ ഒരുപാട് ചർച്ചകളുണ്ട്. എത്രത്തോളം ഇമാമിനേക്കാളും മുഅദ്ദിനാണ് കൂടുതൽ ശ്രേഷ്ഠം എന്ന് വരെ കാണാൻ പറ്റും. കാരണം അതാണ് കൂടുതൽ തെളിവുകളുള്ളത്. ഇമാമിനെ കുറിച്ചിട്ടതിനേക്കാളും മുഅദ്ദിനെ കുറിച്ചിട്ടാണ് ഒരുപാട് ഫضലുകൾ വന്നിട്ടുള്ളത്. അപ്പൊ മുഅദ്ദിന് ഒരുപാട് ഫضലുണ്ട്. ഒരു ഹയ്യിലാണെങ്കിൽ, ഒരു നാട്ടിലാണെങ്കിൽ എല്ലാവർക്കും മുഅദ്ദിനുകളാകാൻ പറ്റുകയില്ല. സഹാബത്ത് ചില ആളുകൾ ഇവർക്ക് വലിയ ഫضൽ കിട്ടുകയല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ആ മുഅദ്ദിൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതുപോലെ ഏറ്റു പറയുക. അപ്പൊ ഒരാൾ ഇബാദത്തിൽ നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് അങ്ങനെ അതിലുള്ള മുഷാറക്കത്ത്, അത് അനുവദിക്കപ്പെടുന്ന മേഖലകൾ, ദീനിൽ പറഞ്ഞ കാര്യങ്ങളിൽ അതിന് അങ്ങനെ ഒരു ഹിക്മത്ത് ഇതിലുണ്ട് എന്നാണ്. അപ്പൊ ബാങ്ക് കേൾക്കുമ്പോൾ നമുക്കും എന്ത് ചെയ്യുക? അതിൽ പങ്കുചേരുകയാണ്. അല്ലാഹു അക്ബർ നമ്മൾ പറയുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മളും അങ്ങനെ പങ്കുചേരുകയാണ്. ഇതേപോലെ മറ്റു ചില സന്ദർഭത്തിലുണ്ട്. ഇപ്പൊ ഹജ്ജിന് നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഹജ്ജിനെ നമുക്ക് പങ്കെടുത്ത് യൗമുൻ നഹറിൽ ചെയ്യുന്ന ഒരു ബലിദിനം എന്ന് പറയുന്നത് ദുൽഹിജ്ജ 10-നാണ്. യൗമുൻ നഹറിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ ഒന്നാണ് അറവ് നടത്തുക എന്നുള്ളത്. ജംറത്തുൽ അഖബയിൽ ആളുകൾ കല്ലെറിഞ്ഞതിന് ശേഷം ഒരു അറവ് നടത്തും, സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ആളുകളെ ഏൽപ്പിച്ചിട്ടോ അറവ് നടത്തും. അതിനുശേഷം തല മുണ്ടനം ചെയ്യുള്ളൂ. അതുവരെ ഇഹ്റാമിലായിരിക്കും. അഥവാ എപ്പോഴാണോ അയാൾ ഇഹ്റാം കെട്ടിയത്, 8-ാം തീയതി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിന് മുമ്പേ ആണെങ്കിൽ അങ്ങനെ, ഇഹ്റാം എപ്പോഴാണോ അയാൾ കെട്ടിയിട്ടുള്ളത് അത് മുതൽ അയാളുടെ ശരീരത്തിൽ നിന്ന് മുടിയും രോമങ്ങളൊന്നും എടുക്കാൻ പറ്റുകയില്ല. എന്നിട്ട് ഈ അറവ് നടത്തിയതിന് ശേഷമാണ് ഹാജിമാർ എന്ത് ചെയ്യുന്നത്? അവർ തഹല്ലുൽ അൽ-അവ്വൽ, 1ാമത്തെ തഹല്ലുലാവുന്നത് അപ്പോഴാണ് അറവ് നടത്തിയതിനു ശേഷം മുടിയൊക്കെ നീക്കുന്നത്. ഇതേപോലെ ആര് പങ്കുചേരുന്നുണ്ട്? ഇതേപോലെ ഹജ്ജ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കുകയില്ല. എല്ലാ ആളുകളും ഒരുമിച്ച് ഹജ്ജ് ചെയ്താൽ നടക്കുകയുമില്ല. ലോകത്ത് അങ്ങനെ ഒരിക്കലും അത് ഉണ്ടായിട്ടില്ല. മുഴുവൻ മുസ്ലിമുകൾ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അതെപ്പോഴും നടക്കുകയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൽ വേറെ രൂപത്തിൽ ഇതിൽ പങ്കുചേരുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മൾ ദുൽഹിജ്ജ 1 മുതൽ അറവ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അവരുടെ മുടിയും അവരുടെ തൊലിയും അതുപോലെ തന്നെ അവരുടെ നഖവുമെല്ലാം നീക്കം ചെയ്യുന്നത് ഒഴിവാക്കും. പിന്നീട് അത് എപ്പോഴാണ് നീക്കം ചെയ്യുന്നത്? എപ്പോഴാണോ നമ്മൾ അറുക്കുന്നത്, അർത്ഥത്തിന് ശേഷം. 10-ാം തീയതി അർത്തു, പെരുന്നാളിന്റെ നിസ്കാരത്തിന് ശേഷം അർത്താൽ അപ്പം നമുക്ക് നീക്കം ചെയ്യാം.
13 അറക്കുന്നുള്ളൂ എങ്കിൽ അപ്പോഴേ നീക്കം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ ഒരു രൂപത്തിൽ അവരോടൊരു സാദൃശ്യപ്പെടും. ഇതിനൊരു ഹിക്മത്തായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ ഒരു ഹിക്മത്ത് ഹാജിമാരോട് സാദൃശ്യപ്പെടുക എന്നുള്ളത്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഹാജിമാർ അങ്ങനെ എങ്ങാനും തൊലിയോ മുടിയോ ഒക്കെ നീക്കി കഴിഞ്ഞാൽ, അഥവാ ജഹലില്ലാതെ അറിവോടുകൂടി തന്നെ അവരങ്ങനെ നീക്കി കഴിഞ്ഞാൽ അവർക്ക് അതിനൊരു ഫിദിയ കൊടുക്കേണ്ടി വരും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് ഇസ്തിഗ്ഫാർ, മനഃപൂർവ്വമാണെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്തുക, മനഃപൂർവ്വമല്ല എങ്കിൽ അതിൽ കുറ്റമൊന്നുമില്ല. എന്നാൽ പ്രായശ്ചിത്തം ഇല്ല. അറിവ് ഉദ്ദേശിച്ച ആളുകൾക്ക് പ്രായശ്ചിത്തമില്ല. ഇത് ദുൽഹിജ്ജ 1 ആരംഭിച്ചത് മുതൽ ആണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ചില മുഷാറക്കത്ത്, അതിനുള്ളൊരു തെളിവ് ഇതിലുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ബാങ്ക് എന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത ഫായിദ, അന്നൽ മുതാബഅത ഫിൽ അദാനി ഫഖത്ത് ലാ ഫിൽ ഇഖാമ. ഇത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അഥവാ ഇഖാമത്തിന് മറുപടി കൊടുക്കേണ്ടതില്ല, ബാങ്കിന് മറുപടി കൊടുത്താൽ മതി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇങ്ങനെയാണ്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് ബാങ്കിന് പോലെ ഇഖാമത്തിനും കൊടുക്കാമെന്നാണ്. ബാങ്കിനതുപോലെ ഇഖാമത്തിനും കൊടുക്കാം എന്നുള്ളതാണ്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അതിന് തെളിവായിട്ട് പല പണ്ഡിതന്മാരും പറയാറുള്ളത്. അതുപോലെ തന്നെ ചില മൊത്തത്തിൽ വന്ന ഇഖാമത്തിനെയും അദാൻ എന്ന് പറയുന്ന ചില കലിമകൾ വന്നിട്ടുണ്ട്. ബൈന കുല്ലി അദാനൈൻ സല. എല്ലാ 2 ബാങ്കിന്റെ ഇടയിലും സലാണ്ട്, നിസ്കാരമുണ്ട്. അഥവാ അത് ബാങ്കും ഇഖാമത്തുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് അത് ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ അതിനോടൊപ്പം പറഞ്ഞു എന്നേ ഉള്ളൂ. അഥവാ അദ്ദേഹം നേരത്തെ തന്നെ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, തഗ്ലീബിന്റെ ബാബിലാണ്. ബാങ്ക് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ചേർത്തി പറഞ്ഞു എന്നേ ഉള്ളൂ, അതിന് ഇഖാമത്തൊന്നും പറയേണ്ടതില്ല എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അഭിപ്രായപ്പെടുന്നത്. അത് മാത്രമല്ല, ഈ അബൂ ദാവൂദിൽ ഉദ്ധരിച്ച ഹദീസ് ആ ഹദീസ് സഹീഹല്ല എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അഭിപ്രായം പറയുന്നത്. അതൊരു ഖിലാഫുള്ള ഒരു വിഷയമാണ്. അഥവാ അത് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അതിന് ഉത്തരം കൊടുക്കണം എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ആ രൂപത്തിൽ തന്നെ ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. അത് ഖദ്ഖാമത്തി സല എന്ന് പറയുമ്പോൾ ഒന്നും പറയേണ്ടതില്ല, ബാക്കിയുള്ള സമയത്തൊക്കെ അതേപോലെ തന്നെ പറയുക എന്നത് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഫായിദയായിട്ട് അദ്ദേഹം പറഞ്ഞു, അന്നൽ മുഅദ്ദിന ഇദാ ഖാല ഫി അദാനിൽ ഫജ്രി അസ്സലാത്തു ഖൈറും മിനൻ നൗം تقول الصلاة خير من النوم لأموم قوله فقولوا مثل ما يقول فاستثنيت الحيئلتين لورود النص بهما. മുഅദ്ദിൻ الصلاة خير من النوم എന്ന് സുബ്ഹി ബാങ്കിൽ പറയാറുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും എന്ത് തന്നെയാണ് പറയേണ്ടത്? الصلاة خير من النوم എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം മൊത്തത്തിലുള്ള തെളിവ് അതാണ്, ഫഖൂലു മിസ്ല മാ യഖൂലു എന്നാണ്. അപ്പൊ മൊത്തത്തിലുള്ള തെളിവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകം തെളിവ് ഏതിന് വന്നിട്ടുണ്ട്? ഹയ്യാലത്തൈൻ, ഹയ്യാല സലക്കും ഹയ്യാൽ ഫലക്കും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളതിന് പ്രത്യേകം തെളിവ് സഹീഹ് മുസ്ലിമിൽ വേറെ ഹദീസ് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിന് അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ അതിന് വരാത്തിടത്തോളം പൊതുവായിട്ട് വന്ന ആ നിയമം തന്നെ ഇതിന് ബാധകമാകും. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടാൽ അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നു അവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാൻ കാരണം അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്ന നിസ്കാരത്തിനെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിസ്കരിക്കണമെങ്കിൽ ഈ കാര്യം തന്നെ വേണ്ടേ എന്ന രൂപത്തിൽ പറയുന്നു. പക്ഷെ അതിനും ഈ പറയുന്നത് പോലെ അത് തെളിവില്ല. പണ്ഡിതന്മാർ അവരൊരു ഹിക്മത്തായിട്ട് പറഞ്ഞു എന്ന് മാത്രമാണ്. അഥവാ ഹയ്യാലത്തിന് വന്ന അതേ ഹിക്മത്ത് ഇതിനും ബാധിച്ചു പറഞ്ഞുകൂടെ എന്നൊരു ഖിയാസ് മാത്രമാണ്, നേർക്ക് നേരെയുള്ള തെളിവില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല എന്ന്. വേറെ ചില ആളുകൾ പറഞ്ഞു സദഖ്ത വബറർത എന്ന് പറയണമെന്നാണ്. ചിലപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചില ആളുകൾക്ക് മദ്രസയിലൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടാ സദഖ്ത വബറർത, സത്യം പറഞ്ഞു. കാരണം അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരമാണ് നൗമിനേക്കാളും ഉറക്കിനേക്കാളും ഖൈർ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു സത്യമാണ്. ഉറക്കിനേക്കാളും ഖൈറായിട്ടുള്ള നിസ്കാരമാണ്. സുബഹിസ്കരിച്ചിട്ട് നിസ്കരിക്കാതെ ഒരാൾ ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപകടം പിടിച്ച കാര്യമാണ്. അപ്പൊ സദഖ്ത, താങ്കൾ പറഞ്ഞ സത്യമാണ്. വറർത്ത, താങ്കൾ ചെയ്തൊരു വലിയ പുണ്യമാണ്. ഈ ഇങ്ങനെ ഒരു ദഅവത്ത് നടത്തി ആളുകൾ ഇങ്ങനെ ക്ഷണിച്ചു എന്ന് പറയുന്നത് വലിയ പുണ്യമാണ്. അപ്പൊ അത് പറയാമെന്നാണ്. അതും യഥാർത്ഥത്തിൽ ഈ നസ്സിനെതിരാണ്. ഖൂലു മിസ്ലമായ ഖൂലു എന്ന് പറയുന്നതിന് എതിരാണ്. ഇനി മാത്രവുമല്ല അതിനൊരു അഖലിയായിട്ട് അവര് സദഖ്ത, പറഞ്ഞ സത്യമായ കാര്യമാണ്, ചെയ്തത് പുണ്യമായ ഒരു കാര്യമാണ് എന്ന് പറയുകയാണെങ്കിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, തുടക്കത്തിൽ അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുന്നില്ലേ, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു വാക്കല്ല. അവിടെയും ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് സദഖ്ത എന്ന് പറഞ്ഞൂടെ. അല്ലാഹു അക്ബർ ആണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, സദഖ്ത ഒക്കെ സദഖ്ത എന്ന് പറയാം. പക്ഷെ അത് തെളിവില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ വന്ന ഈ തെളിവിൽ തന്നെ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടാലും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് തന്നെ ഉത്തരമാണ് നമ്മൾ പറയേണ്ടത്. ഇതാണ് ഇദ്ദേഹം ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ബാങ്കും ഇഖാമത്തുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ കൂടി ഉണർത്തുകയാണ്. അതിൽപ്പെട്ടതാണ് ബാങ്ക് കേട്ട് കഴിഞ്ഞാലുള്ള ദിക്ർ, ബാങ്ക് കേട്ട് കഴിഞ്ഞാലുള്ള ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ,
നിങ്ങൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പറയുക. ശേഷം അതുപോലെ പറഞ്ഞതിന് ശേഷം സുമ്മ സല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലണം. അപ്പൊ ബാങ്ക് കേട്ടതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യത്തിൽപ്പെട്ടത് എന്താണ്? സലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുക. അത് ഒരാൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സലാത്ത് എന്ന് പറയുന്ന കാര്യത്തിനെ നമ്മൾ സാധൂകരിച്ചു, ആ പറഞ്ഞ കാര്യം നടപ്പിൽ വരുത്തി. പക്ഷെ ഇബ്രാഹിം സലാത്ത് ചൊല്ലുകയാണ്, അതാണ് അഫ്ളലായ സലാത്ത്. സലാത്തുകളിൽ അഫ്ളലായിട്ടുള്ളത് നമ്മൾ തശഹുദിൽ ചൊല്ലുന്ന ഇബ്രാഹിം സലാത്താണ്. അതൊരാൾ ചൊല്ലണമെങ്കിൽ അങ്ങനെ ചൊല്ലാം. അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സലാത്ത് സുമ്മ സല്ലു അലൈ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൽപ്പന നമ്മൾ സ്വീകരിച്ചു. എന്നിട്ട് സലാത്തിന്റെ ഫദ്ല് പറഞ്ഞു, ഫഇന്നഹു മൻ സല്ല അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി 10 സലാത്ത് ചൊല്ലും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്താണ് സലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സലാത്ത് അത് നമ്മൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മലഉൽ അലയിൽ ഉന്നതമായ സ്ഥാനത്ത് വെച്ച് അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ അടുപ്പക്കാരായ മലായിക്കത്തുകളുടെ ഇടയിൽ വെച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പുകഴ്ത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അള്ളാഹുവെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ സലാത്ത് ചൊല്ലണമേ എന്നാണ്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് അല്ലാഹു തആല നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, നമുക്ക് 10 സലാത്ത് അല്ലാഹു നമുക്ക് നൽകും. നമ്മളെ കുറിച്ചിട്ടും ഈ രൂപത്തിൽ പുകഴ്ത്തി പറയും. അത് വലിയൊരു നിഅമത്താണ്. എന്നിട്ട് പറഞ്ഞു, സുമ്മ സലുല്ലാഹ ലി അൽ വസീല, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കണം. ഫഇന്നഹ മൻസിലത്തുൻ ഫിൽ ജന്ന ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ്. അത് നാളെ സ്വർഗ്ഗത്തിൽ അള്ളാഹുവിന്റെ കോടാനുകോടി അടിമകളിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകമായ സ്ഥാനമാണ്. വഅർജു അൻ അകൂന അന, വഅർജു അൻ അകൂന അന ഹുവ, അത് ഞാനായി തീരാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആകുക. ഫമൻ സഅല ലി അൽ വസീല, ഇനി ആരെങ്കിലും എനിക്ക് വേണ്ടി ആ വസീലത്തിന് വേണ്ടി ചോദിച്ചാൽ ഹല്ലത് ലഹു അഷ്ഫാഅ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഷഫാഅത്ത് നാളെ കിട്ടാനുണ്ട്. ഷഫാഅത്ത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഖിയാമത്ത് നാളിൽ തെറ്റുകൾ സംഭവിച്ച ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അനുമതിയാൽ അവന് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അത് കിട്ടാനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആ ദുആ വേറൊരു ഹദീസ്, ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ വളരെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ ദുആയുടെ ലഫ്ള്. മൻ ഖാല ഹീന യസ്മഉ നിദാ, ബാങ്ക് കേട്ടതിന് ശേഷം ആരെങ്കിലും ഇങ്ങനെ പറയുന്നു, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീല വൽ ഫദീല വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ത എന്ന് വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഹല്ലത്ത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ എന്ന് പറയുന്നത് ദിക്റിന്റെ ഭാഗമല്ല. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ എന്റെ ഷഫാഅത്ത് അത് അവന് ലഭിക്കും എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ആദ്യം ചൊല്ലേണ്ടത് സലാത്താണ്. അതിനുശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത താമ്മ എന്ന് തുടങ്ങുന്ന ഈ ദുആയും ചൊല്ലണം. നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇത് അശ്രദ്ധയിലായിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചർച്ചയിൽ തിരക്കിലൊക്കെ ആയിട്ട് നമ്മളിത് അങ്ങനെ ഒഴിവാക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ചർച്ചകളും എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ രൂപത്തിൽ ചൊല്ലുക. അത് വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഷഫാഅത്ത് ലഭിക്കാനുള്ള ഒരു മാർഗത്തിൽ പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ ചെയ്യുക. അതുപോലെ നമ്മൾ പലപ്പോഴും പലർക്കും അറിയാത്ത പലരും ചെയ്യാത്ത മറ്റൊരു കാര്യമാണ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ വബി മുഹമ്മദിൻ റസൂല എന്ന് പറയുന്ന ഒരു ദിക്ർ. അത് നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. അത് എവിടെ ചൊല്ലണം എന്നുള്ളതിൽ രണ്ടഭിപ്രായമുണ്ട്. ഒന്ന്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഥവാ ഷഹാദത്ത് രണ്ടും കഴിഞ്ഞാൽ ഹയ്യാല സ്വലാ തുടങ്ങുന്നതിന് മുമ്പ് അഥവാ അശ്ഹദു അന്ന റസൂൽ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പറയേണ്ടതാണ് റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഫിറ ലഹു ദംബുഹു എന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അത് മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അവസാനത്തെ ദുആക്ക് ശേഷമാണ് പറയേണ്ടത്. വേറെ ചിലർ ഈ ഒരു സമയത്താണ് പറയേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ആ സമയത്ത് ചൊല്ലാവുന്നതാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇഖാമത്ത് വരെയുള്ള സമയത്ത് നമുക്ക് ഏത് ദുആയും ചെയ്യേണ്ട സമയമാണ്. ദുആ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകം ഉത്തരം ലഭിക്കും, അള്ളാഹു തള്ളുകയില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദുആഉ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ ഫദ്ഉ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ദുആ അത് തള്ളപ്പെടുകയില്ല, അതിനാൽ നിങ്ങൾ ദുആ ചെയ്തു കൊള്ളുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം അത് പൂർണ്ണമായി അതിന്റെ മുഴുവൻ സമയവും നമുക്ക് പറ്റിയിട്ടില്ല. അതിൽ കുറച്ചു സമയമെങ്കിലും ദുആ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അത് വളരെ സുന്നത്തായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരാൾ മസ്ജിദിലാണ് എന്ന് വിചാരിക്കുക.
ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് മസ്ജിദിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു മസലയുണ്ട്. അഥവാ ബാങ്ക് അയാൾ കേട്ടുകഴിഞ്ഞാൽ അയാൾ സമയത്ത് പള്ളിയിലാണുള്ളത്, പള്ളിക്ക് പുറത്തല്ല, അയാൾക്ക് പിന്നീട് പുറത്തു പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അയാൾക്ക് ശറഈയായ ഉദുറൊന്നുമില്ല എങ്കിൽ പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ശറഈയായ ഉദുർ എന്താണ്? വുളു എടുക്കാം, അതുപോലെ ടോയ്ലറ്റിൽ പോകേണ്ട ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകാം, അല്ലെങ്കിൽ വുളു എടുക്കാം. ഇനി മറ്റൊന്ന്, അയാൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഒരു ആവശ്യത്തിന്, തിരിച്ച് ഈ മസ്ജിദിൽ തന്നെ എത്തുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അപ്പോഴും അയാൾക്ക് പോകാം. ഇനി അതല്ല, മറ്റൊരു മസ്ജിദ് അയാൾക്ക് നിസ്കരിക്കാൻ കിട്ടും എന്ന് ഉറപ്പുണ്ട് എങ്കിൽ അവർക്കും പോകാം. അതല്ലാതെ ബാങ്ക് കേട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയി നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ശറഈയായ ഉദുറില്ലാത്ത ഒരാൾ മസ്ജിദിൽ നിന്നും പുറത്തേക്ക് പോയി മറ്റൊരു സ്ഥലത്ത് നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അഥവാ ഒരാൾ വീട്ടിൽ പോയി തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് പോകാം. ഇനി അതല്ല, മറ്റൊരു മസ്ജിദ് അയാൾക്ക് കിട്ടുമെങ്കിൽ അപ്പോഴും പോകാം. അതല്ലാതെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് പോകുന്ന സമയത്ത് പോകുന്ന വ്യക്തി, പണ്ഡിതന്മാർ പറയുന്നത്, യഥാർത്ഥത്തിൽ അവൻ പിശാചിനോട് സാദൃശ്യപ്പെട്ടു പോവുകയാണ്. കാരണം ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ഓടുന്നത് ആരാണ്? പിശാചാണ്. ആ ബാങ്ക് കേൾക്കുന്ന പരിധിയുടെ അപ്പുറത്തേക്ക് പിശാച് ഓടുമെന്നാണ്. അത് അവനോടൊരു സാദൃശ്യമാണ് ആർക്ക് വരുന്നത്? ബാങ്ക് കേട്ടിട്ട് മസ്ജിദിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് വരുന്നത്. എന്നാൽ ഒരാൾ വുളു എടുക്കാൻ പോകുന്നു, അതല്ല ടോയ്ലറ്റിൽ പോയി പിന്നീട് വുളു എടുത്തു വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് അനുവദനീയമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, ഇദാ കുൻതും ഫിൽ മസ്ജിദി ഫനൂദിയ ബിസ്സലാ, നിങ്ങൾ മസ്ജിദിലായിരിക്കെ ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഫലാ യഖ്റുജു അഹദുക്കും ഹത്താ യുസല്ലി, നിസ്കരിച്ചു കഴിയുന്നവരെ നിങ്ങളിൽ ഒരാളും പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറെ ചില റിവായത്തിൽ കാണാം, ലാ യസ്മഉ നിദാഉ ഫി മസ്ജിദി ഹാദാ, എന്റെ ഈ മസ്ജിദിൽ നിന്ന് ഒരാൾ ബാങ്ക് കേൾക്കുന്നില്ല, സുമ്മ യഖ്റുജു മിൻഹു ഇല്ലാ ലിഹാജ, ഒരു ആവശ്യത്തിനല്ലാതെ അവൻ പുറത്തു പോവുകയും ചെയ്യുന്നു, സുമ്മ ലാ യർജിഉ, എന്നിട്ട് അവൻ മടങ്ങി വരുകയും ഇല്ല എങ്കിൽ ഇലൈഹി ഇല്ലാ മുനാഫിഖ്, അവൻ ഒരു മുനാഫിഖാണ് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഒരു ആൾ, മറ്റു സഹാബത്ത് മറ്റുമൊക്കെയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഇങ്ങനെ ബാങ്ക് കൊടുത്തതിന് ശേഷം എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ വ്യക്തിയെ തന്നെ നോക്കി. അയാൾ അങ്ങനെ കണ്ണാത്ത ദൂരത്തെത്തുന്നത് വരെ നോക്കിയതിനു ശേഷം അബൂ ഹുറൈറ പറഞ്ഞു, അമ്മ ഹാദാ ഫഖദ് അസാ അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ എതിർത്തിരിക്കുന്നു, അദ്ദേഹത്തിനോട് എതിരായിരിക്കുന്നു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുത്താൽ ശറഈയായ ഉദുർ ഇല്ല എങ്കിൽ നമ്മൾ പുറത്തേക്ക് പോവുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വേറൊരു വിഷയം എന്ന് പറയുന്നത് ഇഖാമത്തുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കാര്യമാണ്. ഇഖാമത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത് എന്നാണ്. അതിന് രണ്ട് ആയി പണ്ഡിതന്മാർ വേർതിരിച്ചതായി കാണാൻ സാധിക്കും. ഇമാം മസ്ജിദിലില്ല, ഇമാം പുറത്താണ് എങ്കിൽ ഒരിക്കലും തന്നെ ആളുകൾ അതിന് മുമ്പായിട്ട്, ഇമാമിന് മുമ്പായിട്ട്, വരുന്നതിന് മുമ്പായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സമയമായി എന്നുള്ളത് കൊണ്ട് ആളുകൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല. മറിച്ച് ഇമാം നമ്മുടെ മസ്ജിദിലില്ല, മുസല്ലയുടെ ഭാഗത്തില്ല, ഇമാം പുറത്താണെങ്കിൽ ഇമാം വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ? നിങ്ങൾ എഴുന്നേൽക്കേണ്ടതുള്ളൂ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ ഉഖീമത്തിസ് സലാ, നിസ്കാരത്തിന്റെ സമയമായാൽ, ഫലാ തഖൂമു ഹത്താ തറൗനി, നിങ്ങൾ എന്നെ കാണുന്നത് വരെ എഴുന്നേൽക്കേണ്ടതില്ല. സമയമായി ഇഖാമത്തും കൊടുത്തു എന്ന് വിചാരിക്കാം, ഇമാം പുറത്തു ആണ് എങ്കിൽ, ഇമാം പുറത്താണുള്ളത്, ഇങ്ങോട്ട് എത്തിയിട്ടില്ല എങ്കിൽ ഇമാമിനെ കണ്ടാൽ നിങ്ങൾ എഴുന്നേറ്റാൽ മതി. ഇമാമിന് മുമ്പേ നിങ്ങൾ എഴുന്നേറ്റ് തയ്യാറായി നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ അതല്ല, ഇമാം ഇവിടെ തന്നെയുണ്ട്, മസ്ജിദിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും എഴുന്നേൽക്കാം. ഇപ്പൊ ഇമാം സുന്നത്ത് നിസ്കരിച്ചിട്ട് മസ്ജിദിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എങ്കിൽ ഇഖാമത്ത് കൊടുക്കുമ്പോൾ എപ്പോ വേണമെങ്കിലും എഴുന്നേൽക്കാം. ചില ആളുകൾ വിചാരിക്കുന്നത് പോലെ ഖദ് ഖാമത്തിസ് സലാ എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് തെളിവില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഒക്കെ പറയുന്നുണ്ട്, ഖദ് ഖാമത്തിസ് സലാ, നിസ്കാരത്തിന്റെ സമയമായി എന്ന് പറയുന്ന സമയത്ത് എഴുന്നേൽക്കുക എന്നതിന് പ്രത്യേകിച്ച് ദലീലൊന്നുമില്ല. എപ്പോ വേണമെങ്കിൽ എഴുന്നേൽക്കാം. ഇഖാമത്ത് കൊടുക്കുമ്പോൾ തന്നെ എഴുന്നേൽക്കാം, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് എഴുന്നേൽക്കാം, അവസാനത്തിൽ എഴുന്നേൽക്കാം, ഇമാം മസ്ജിദിൽ തന്നെയാണ് എങ്കിൽ. ഇമാം മസ്ജിദിലല്ല എങ്കിൽ ഇമാമിനെ കണ്ടാലാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് ബാങ്കിലേതുപോലെ നമ്മുടെ വിരലുകൾ ചെവിയിൽ വെക്കുക എന്നുള്ളത് സുന്നത്തില്ല. ബാങ്കിൽ അങ്ങനെ വെക്കുക എന്നുള്ളത് ബാങ്കിന്റെ ഒരു സുന്നത്തുകളിൽപ്പെട്ട കാര്യമാണ്. ഇഖാമത്തിൽ അങ്ങനെ ഇല്ല. ഇതാണ് ബാങ്കും ഇഖാമത്തുമായി ബന്ധപ്പെട്ട ഏതാനും ചില അഹ്കാമുകൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ഇസ്തിഖ്ബാലുൽ ഖിബ്ല എന്ന് പറയുന്ന അധ്യായമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന്
നന്നായി പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകട്ടെ. വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.